പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. കാക്കും കരങ്ങളെ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളെ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കുന്ന വാർത്തയാ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കുന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാതയോടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാതയോടും. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുറച്ച കൽപ്പനയതാ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുറച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ജോർദാൻ സമതല ശോധനയിലും താണു വീണു പോകാതെ. ജോർദാൻ സമതല ശോധനയിലും താണു വീണു പോകാതെ. ആർത്തിൻ ജയധ്വനിയോടെ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്രയം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ
പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ വന്നവരെല്ലാം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരട്ടെ. എല്ലാ ആകുലങ്ങളും എല്ലാവിധമായ ആ ജോലിയിലെ ക്ഷീണങ്ങളൊക്കെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അല്പസമയം എൻ്റെ കർത്താവോട് ചേർന്ന് നിന്ന്, പരിശുദ്ധാത്മാവിനെ ചേർന്ന് നിന്ന് അവിടുത്തെ സ്വരം കർത്താവ് കേൾക്കാൻ തക്കവണ്ണം എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് ഈ നിമിഷം മുതൽ മൂടുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഹോദരന്മാർ വഴിയാത്രയിലായിട്ടുണ്ട്. എത്രയും വേഗം കൂട്ടിവരുത്തുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാനും അങ്ങയുടെ വചനങ്ങൾ പഠിക്കുവാനും അവരെയും കൂട്ടിവരുത്തുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവിടുത്തെ സാന്നിധ്യം വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് ഞങ്ങളെല്ലാവരും സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണം. കർത്താവിന് ചെയ്യാൻ പോകുന്ന വലിയ കൃപക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നാം ലോകത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ക്ലാസ് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത് പൗലോസ് 2 ജീവിത രീതികൾ തമ്മിൽ തുലനം ചെയ്തതിനെക്കുറിച്ച് നാം പഠിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ. ഒന്ന്, നിത്യമായി നോക്കി ഇഹലോകത്തിൽ ജീവിച്ചവർ. 2, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചവർ. 2 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഒന്നെന്താ? നിത്യമായതിനെ നോക്കി ഇഹലോകത്തിൽ, ഈ ലോകത്തിൽ ജീവിക്കുന്നവർ അല്ലേ. 2 കൊരിന്ത്യർ 4-8 മുതൽ 18 വരെയൊക്കെ പഠിച്ചതാ. ഞങ്ങളുടെ ഭർത്തി ശരീരത്തെ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്, ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. താഴേക്ക് പഠിക്കുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു അല്ലേ. നമ്മളതിന് ജസ്റ്റ് ആ കുരുവാക്കി വായിച്ച കഴിഞ്ഞാൽ നിർത്തിയത്. അപ്പോൾ 2 കാര്യങ്ങൾ പൗലോസ് പറയുന്നത്. ഒന്ന്, ഈ 2 ജീവിത, അതിലൊന്ന് നിത്യമാതിരി നോക്കി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു പറ്റം ദൈവകുഞ്ഞുങ്ങൾ, കർത്താവിൻ്റെ ആ രക്തത്താൽ പിറന്ന മക്കളായ ആ ചെറിയ കൂട്ടം ഈ ലോകത്തിൽ ജീവിക്കുന്നത്, ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അവിടെ അകത്ത് മറ്റൊരു ലോകത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ, വരാനിരിക്കുന്ന ലോകമെന്ന വ്യവസ്ഥ പഠിപ്പിക്കുന്നത് അല്ലേ. നശിക്കാത്ത, ദ്രവത്വമില്ലാത്ത, മരണമില്ലാത്ത, അശുദ്ധിയില്ലാത്ത ആ മനോഹരമായ ലോകത്തെ നോക്കി ഓടുക എന്നുള്ളതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അവിടെ പറയുക, ഇഹലോകത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലും നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും മുഴുവനും ആ നിത്യമായിലേക്ക് മാത്രം നോക്കിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ആകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം അതില്ലെങ്കിൽ നമ്മുടെ കണ്ണ് അല്ല നമ്മുടെ ഹൃദയം ഈ മണ്ണിലേക്ക് പോകും. ഈ വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ അവളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ ഹൃദയം അല്ലെങ്കിൽ യഹൂദൻ്റെ ഹൃദയം ആ മണ്ണിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ആഗ്രഹങ്ങൾ, ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവളുടെ ഹൃദയത്തിലേക്ക് കയറിപ്പോയപ്പോൾ ആ മണ്ണോട് പറ്റിച്ചേർന്ന് പോയി. അതുകൊണ്ട് അവരെല്ലാം മരുഭൂമിയിൽ ചത്തൊടുങ്ങി പോയെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൗലോസ് പറയുക, ഈ ലോകത്ത് ജീവിക്കുന്നവരാണെങ്കിലും ഞങ്ങൾ ജീവിക്കുന്ന മുഴുവനും ആ നിത്യമായ മറ്റൊരു ലോകം കണ്ടുകൊണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ധൈര്യപ്പെട്ടു പോകാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ച് പോകുന്നു എങ്കിൽ, ഈ കാണുന്ന പുറമെയുള്ളവൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവകാശമുള്ള മനുഷ്യൻ നമ്മൾ ഓരോരുത്തരുമാണ്. ആദമിൻ്റെ മക്കൾ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നമുക്ക് അവകാശമുണ്ട് ജീവിക്കുവാൻ. ദൈവത്തിൽ നിന്ന് കിട്ടിയ അവകാശം തന്നെയാണ്. ഈ ആദമിൻ്റെ മക്കളായി പിറക്കുന്ന ഏത് മനുഷ്യനും ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്, സ്വയത്തിൽ ജീവിക്കുവാനുള്ളത്. ദൈവത്തിന് പോലും അതിലിടപെടുവാൻ കഴിയില്ല. കാരണം ദൈവം മനുഷ്യന് വിൽ പവർ കൊടുത്തതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ ദൈവത്തിനാകത്തില്ല എന്ന കാര്യം മറന്നു പോകരുത്. ഒരു മനുഷ്യൻ ക്ഷണിച്ചാൽ മാത്രമേ ദൈവത്തിന് അവനെ പണിയുവാൻ അല്ലെങ്കിൽ അവനുമായി ഇടപെടുവാൻ കഴിയൂ എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും കുഴപ്പമില്ല, എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ പേരും പെരുമയും ഒക്കെ ആവശ്യമാണ്. നമുക്കതിനുള്ള പ്രാപ്തിയുണ്ട്, സമ്പാദ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പെരുമയൊക്കെയുണ്ട്. പക്ഷേ അതിലെല്ലാം നമ്മുടെ കണ്ണ് നിത്യമാതിരി നോക്കി ഓടുകയാണ്. അതുകൊണ്ട് പറയുക, പുറമെയുള്ള മനുഷ്യൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ വിട്ടുപോകുകയാണ്. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും, അത് നഷ്ടപ്പെട്ടു പോയാലും, അതിൻ്റെ അവകാശങ്ങൾ ഇല്ലെങ്കിലും നഷ്ടപ്പെടുത്തി കളഞ്ഞാലും അവകാശമുണ്ട് നമുക്ക്. ഈ ലോകത്ത് ജീവിക്കുവാൻ അവകാശമുണ്ട് നമുക്ക്. ഈ ലോകത്ത് നിന്ന് സമ്പാദിക്കുവാൻ, പേരും പെരുമയും കിട്ടുവാൻ, വിദ്യാഭ്യാസം നേടുവാൻ ഒക്കത്തിനും നമുക്ക് അവകാശമുണ്ട്. ഒരു മനുഷ്യൻ പോലും ചോദിക്കത്തില്ല, ദൈവം പോലും അതിന് ചോദിക്കത്തില്ല. കാരണം ദൈവം മനുഷ്യനെ ഭൂമിക്ക് പാർപ്പിനായി കൊടുത്തിരിക്കുക അല്ലേ. യെശയ്യാപ്രവചന ദിവസം പറയുന്നു, മനുഷ്യർക്ക് ഭൂമി പാർപ്പിനായിട്ട് വിട്ടുകൊടുത്തിയ മനുഷ്യനാണ് സാത്താന് കൈമാറ്റപ്പെട്ട് കൊടുത്തത്.
ഈ ഭൂമിയുടെ അധികാരം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അധികാരം, വാഴുവാനുള്ള അധികാരം മനുഷ്യനാണ് കൈമാറി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ തന്നെയാണ് ദൈവം അത് പിടിച്ചെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മറന്നു പോകരുത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും കുഴപ്പമില്ല. അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ച് ഓരോ ദിവസം അതിൽ വളർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവനെ കണ്ടാലറിയാം അവൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ആഗ്രഹം ഉണ്ടാകത്തില്ല. ഒരു ഭക്തൻ അവൻ്റെ ചിന്തകൾ മാറി മറ്റു ലോകത്തിലേക്ക് മാറിയെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം അവന് മറ്റുള്ളവരോട് കയ്പും ഇന്നതൊന്നും ഉണ്ടാകത്തില്ല. അവനോട് തന്നെ ഒന്നും തോന്നത്തില്ല, അവൻ്റെ സ്വയത്തിനോടൊന്നും തോന്നത്തില്ല. മെയിൻ പ്രത്യക്ഷമായി കാണുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇഹലോകത്ത് ജീവിക്കുന്നവൻ അല്ലെങ്കിൽ പുറമെയുള്ള മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവനാണെങ്കിൽ അവനെതിരെ ആരെങ്കിലും തിരിഞ്ഞാൽ അപ്പോൾ അവൻ്റെ പുറമെയുള്ള മനുഷ്യൻ വയലൻ്റ് ആകും. ആദമിൻ്റെ ജഡമനുഷ്യൻ വലുതാവും. പക്ഷെ അകമയുള്ള മനുഷ്യന് ജീവിക്കാൻ, ആത്മീയനായി ജീവിക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ തുടങ്ങിയാൽ മതി, അവൻ അപ്പോൾ തന്നെ അവനറിയാൻ കഴിയും ഒരിക്കലും മറ്റുള്ളവർ എന്തു പറഞ്ഞാലും ഈ ലോകത്തിലെ കാര്യമല്ലേ പറയുന്നത്, ഇവിടുത്തെ പേരും പെരുമയും, ഇവിടെയല്ലേ നമ്മൾ കൊച്ചാക്കുന്നത്, ഇവിടെയല്ലേ അവർ നമ്മൾ നിന്ദിക്കുന്നത്, ഇവിടെയല്ലേ അവർ നമ്മളെ പരിഹസിക്കുന്നത്, ഇവിടെയല്ലേ നമ്മുടെ സമ്പത്തുകൾ അടിച്ചുകൊണ്ട് പോകുന്നത്. അവനറിയാം ഇതല്ല എൻ്റെ ലോകം, അതാണ് എൻ്റെ ലോകമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ ഒരിക്കലും ആരോടും പരിഭവമോ വിളക്കമോ വഴക്കോ ഒന്നും അവനുണ്ടാകത്തില്ല. അങ്ങനെ നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കുക. ഞാൻ അങ്ങനെ എൻ്റെ കൂടപ്പിറപ്പുകളുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ രക്തത്തിൽ പിറന്ന സഹോദരന്മാരുമായിട്ട് ഞാൻ തർക്കത്തിലാണോ, സ്വത്ത് തർക്കത്തിലാണോ, അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഞാൻ വഴക്കാണോ ഒക്കെ പരിശോധിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ ഏത് മനുഷ്യനാണ് വളർന്നത് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. പ്രത്യക്ഷമായി പറയുന്ന കാര്യമായി ഞാൻ പറഞ്ഞത് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. 17-ാം വാക്യം പറയുന്നു, ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേസിൽ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. വചനം പറയുക, ഞൊടി നേരത്തേക്കുള്ള അല്പനിമിഷം നമ്മുടെ ജീവൻ പോലും ഒരു ആവിയാണെന്ന യാക്കോബ് പറയുന്നല്ലേ, ഒരു ആവിക്ക് തുല്യം, അത്രയേ ഉള്ളൂ. ഒരു മേഘം പോലെ. ഈ യോബിൻ്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-7 7 അധ്യായം എനിക്കറിയത്തില്ല, അവിടെ വാക്കുണ്ട്, മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ജീവന് മാഞ്ഞു പോകുകയാണ്. അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം. അതുകൊണ്ട് ആ ജീവിതത്തിൽ കഷ്ടമേ ഉള്ളൂ. കഷ്ടം സഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥനുമാണ്. എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ ലോകത്തിലെ കഷ്ടം നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ശാരീരികമായി, രോഗപരമായി, രോഗത്തിൻ്റെ കാര്യങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ, എന്തും ഈ ലോകത്തിലെ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ആ പ്രശ്നങ്ങൾ വരുന്നത്? അല്ല, എന്നാലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് നമുക്ക് ഈ കഷ്ടങ്ങൾ വരാൻ കാരണം എന്താ? ദൈവം ഒരിക്കലും കഷ്ടം സൃഷ്ടിച്ചിട്ടില്ല. ദൈവം ഒരിക്കലും കഷ്ടം അനുഭവിക്കുവാനോ അല്ല നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. അവനെപ്പോലെ നിത്യത പങ്കിട്ട് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. ഏദൻ തോട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ടാണ് നമുക്കിന്ന് കാണുന്ന കഷ്ടതയും ദുഃഖവും നിരാശയൊക്കെ കടന്നു വരാൻ കാരണം എന്താ? പട്ടിണിയും പരിവട്ടവും കുടുംബ പ്രശ്നവും ജോലി പ്രശ്നവും നഷ്ടങ്ങൾ, പാപം തന്നെയാ. ഓക്കെ, അത് തന്നെയാ, ഒറ്റ കാര്യമുള്ളൂ അതിന്. പാപം തന്നെയാണ്, പാപമാണ് പ്രശ്നം, ഒക്കെ അത് തന്നെയാണ് കാര്യം. പക്ഷേ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളാണ് ഈ പറഞ്ഞ സ്ഥാനത്തിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് കയറ്റിയത്. അല്ലേ? അങ്ങനെയല്ലേ? നമ്മളാ വിളിച്ച് കയറ്റിയത്. നമ്മൾ വെച്ചാൽ നമ്മുടെ അപ്പൻ, പൂർവ്വപിതാവ് ആദമാണ്. അവന് കൊടുത്ത അതോറിറ്റി അവൻ്റെ കാൽ കീഴിലേക്ക് വെച്ചിട്ട് അവൻ കൊടുത്ത ഒരു നേരത്തെ ഭക്ഷണം, അത്രയേ ഉള്ളല്ലോ. ഏശാവ് പറഞ്ഞതുപോലെ ഒരു നേരത്തെ ഒരു നേരത്തെ ഭക്ഷണ പായസത്തിന് വേണ്ടി, ഒരു ചെറിയ ഭക്ഷണത്തിന് വേണ്ടി, ഒരു ആപ്പിളിന് വേണ്ടി, എനിക്ക് ദൈവത്തെ പോലെ ആകണമെന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി, സത്യത്തിൽ അവൻ ദൈവത്തെ പോലെയുള്ള മക്കളവൻ. ആദോഹവൻ ദൈവത്തെ പോലെയുള്ള മക്കളവര്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സങ്കീർത്തനം 82-ാം സങ്കീർത്തനം അല്ലേ, എല്ലോഹിം എന്ന് വിളിക്കുന്നത് കുട്ടി എല്ലോഹിം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ കുട്ടി എല്ലോഹിങ്ങളാ. ദൈവത്തിൻ്റെ മക്കൾ ദൈവങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. ഇവിടെ പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മളിവിടെ. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ, മനുഷ്യൻ തന്നെയാണ് സാത്താന്, ആ ദുഷ്ടനായ വഞ്ചകനായ അനീതിയുള്ളവന് കൈമാറ്റപ്പെട്ടു കൊടുത്തത്. അവനെ ഭൂമിയിൽ ഭരിക്കുവാൻ നമ്മളാണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്തു തന്നാലും നമ്മൾ അനുവദിച്ചേ മതിയാകത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സഭയുടെ പർപ്പസ്, ചർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്ന മുഖ്യ പർപ്പസ് എന്ന് പറയുന്നത് പോലും ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ്റെ കരങ്ങളാൽ നഷ്ടപ്പെടുത്തിയത് മനുഷ്യൻ്റെ കരങ്ങളാൽ വീണ്ടെടുക്കുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ അധികാരം, സാത്താന് കൊടുത്ത അധികാരം അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വെച്ച് നമ്മൾ പിടിച്ചെടുക്കുകയാണെന്ന്. അതാ ക്രിസ്ത്യൻ ജീവിതം, അതാ മിനിസ്ട്രിയിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പോലും ഭൂതം പിടിച്ച ആൾക്കാരേക്ക് ഭൂതത്തേക്ക് എടുത്ത് മാറ്റി അവരെ ക്രിസ്തുവിലേക്ക് നേടുകയുള്ളതാണ്.
സാത്താന്റെ സിംഹാസനം ഓരോ ഹൃദയത്തിൽ നിന്നും ഇറക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന അൾട്ടിമേറ്റ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിൽ പോലും സഭയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യാൽ നഷ്ടമായത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മളത് തിരിച്ചു പിടിക്കുകയാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണത്. ഹല്ലേലൂയ. നമ്മൾ ലോകമെമ്പാടും പോയി സുവിശേഷം പറയുക മാത്രമല്ല, നമുക്ക് മെയിൻ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് വീണുപോയ ദൂതന്മാരെ വിധിച്ച് നരകത്തിൽ തള്ളാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അപ്പോൾ സാത്താൻ എന്തെങ്കിലും ചെറിയ പ്രകടനം കണ്ടാൽ വീണുപോ പേടിച്ചു പോകുന്ന ആൾക്കാരല്ല നമ്മളെല്ലാം. അവനെ വിധിച്ച് നരകത്തിൽ തള്ളാൻ പോകുന്നത് വീണ്ടെടുക്കപ്പെട്ട നമ്മളാണ്. ഇന്നല്ല, ആയിരം ആണ്ടിനൊക്കെ ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ എന്തുമാകട്ടെ ഒക്കെ വിട്ടുപോകുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ അല്പം നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, ഒരിക്കൽ കഷ്ടം സ്ഥായിയായത് നിലനിൽക്കുന്ന കഷ്ടമല്ല ഇത്. ഹല്ലേലൂയ. നിലനിൽക്കുന്നുവെങ്കിൽ അത്രക്കധികം പ്രതിഫലം നമുക്ക് കിട്ടാൻ പോകുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരിക്കലും നിലനിൽക്കത്തില്ല എങ്കിൽ പോലും ഞാൻ പറയാം. അപ്പം അതുകൊണ്ട് ആ ഞൊടിനേരത്തിലെ കഷ്ടങ്ങളെല്ലാം അത്യന്തം അനവധിയായി യേശുവിൻ്റെ നിത്യഘനം, നശിക്കാത്ത ഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അല്ലേ? ഈ ലോകത്തിൽ നമ്മുടെ അനുസരണക്കേട് നിമിത്തം വന്നുപോയ ആ സാത്താൻ്റെ ഈ പറഞ്ഞ പോലെ അവൻ്റെ വാസമുള്ളത് കൊണ്ട് സർവ്വലോകവും ദുഷ്ടൻ്റെ 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, സർവ്വലോകവും ദുഷ്ടൻ അതിൽ കിടക്കുകയാണ്. ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന അതാ, ഈ ലോകത്തിലെ പ്രഭു അവൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തത് കൊണ്ട് അത് അനുഭവിച്ചതിനെ മതിയാകും, വേറെ വഴിയൊന്നുമില്ല. ഹല്ലേലൂയ. അതും പക്ഷേ ആ അനുഭവങ്ങൾ മുഴുവനും കർത്താവ് നമുക്ക് മറ്റൊരു എന്താ പറയുക ഒരു സാധനം എടുത്ത് മാറ്റി തരിക. നമുക്ക് തരുന്ന നിന്നയും പരിഹാസങ്ങളും കഷ്ടതകളൊക്കെ എന്തുമാകട്ടെ ദൈവം അനുവദിച്ചുകൊണ്ട് തന്നെയാണ്. എങ്കിൽ പോലും അവൻ തരുന്നത് ഒരു ദിവസം നമുക്കത് മാറ്റി അബ്രഹാമിൻ്റെ വിശ്വാസം എടുത്ത് ദൈവം നീതിയായി കൺവേർട്ട് ചെയ്തതുപോലെ എൻ്റെ എല്ലാം നമ്മുടെയൊക്കെ ലഘുവായിട്ടുള്ള ഈ സാധാരണ നിന്ന് വരുന്ന അല്ലെങ്കിൽ ലോകത്തു നിന്ന് വരുന്ന ഈ ലഘു കഷ്ടങ്ങളൊക്കെ ഒരു ദിവസം അത്യന്തം ഘനമേറിയത്, നശിക്കാത്ത, നിത്യമായത്, നശിക്കാത്തൊരു വലിയ തേജസ്സായി വെളിപ്പെട്ടു വരും. ഈ തേജസ്സാണ് എൻ്റെയും നിങ്ങളുടെയും നിത്യതയിലെ വാസസ്ഥലം ഉറപ്പിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആഴമായി പഠിക്കും. നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിൻ്റെ വ്യത്യാസമുണ്ട് നിത്യതയിൽ. ഓരോ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലങ്ങളിൽ ലഭിക്കാൻ പോകുന്ന തേജസ്സിൻ്റെ ഘനമനുസരിച്ചായിരിക്കും നമ്മുടെ നിത്യതയിലെ വാസസ്ഥലങ്ങൾ. അതിന് അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് തേജസ്സിൻ്റെ ഘനം കൂട്ടിക്കൊണ്ടിരിക്കണം. അതെങ്ങനെ കൂട്ടാൻ പറ്റും? നമുക്ക് കൂട്ടാൻ കഴിയുന്നത് വിശുദ്ധീകരണത്തിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ആയുസ്സിൽ നമ്മുടെ ക്ലാസ് അതിനെക്കുറിച്ച് വിശുദ്ധീകരണത്തെക്കുറിച്ച് ഒന്നും നാം തൊട്ടിട്ട് പോലുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. നമ്മൾ ഇന്ന് പ്രാപിക്കുന്ന തേജസ് എത്രമാത്രമുണ്ടോ അല്ലെങ്കിൽ വിശുദ്ധീകരണം എത്രമാത്രമുണ്ടോ ആ ലെവലായിരിക്കും നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന സ്വർഗത്തിൽ ജീവിക്കാൻ പോകുന്ന തേജസ്സിൻ്റെ ഘനം. തേജസ്സാണ് നമ്മുടെ പ്രശ്നം. കർത്താവ് നമ്മെ വിളിച്ചത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയെന്ന് 1 തെസ്സലോനിക്ക ലേഖനത്തിൽ പഠിപ്പിക്കുന്നു, 4-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും മറന്നു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ആ ക്ലാസ്സിലേക്ക് ഇനി വരാൻ പോകുന്നതേയുള്ളൂ. നമുക്ക് ലഭിക്കാൻ പോകുന്ന ദൈവരാജ്യവും അവൻ്റെ തേജസ്സും. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എനിക്ക് പറഞ്ഞ രക്ഷയെക്കുറിച്ച് പഠിക്കാതെയാണ് നമ്മൾ ഈ ചാടിക്കടന്നു പോവുക അങ്ങാട്. എനിക്കറിയത്തില്ല എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ചാടിക്കടന്നു പോകാമെന്ന് വിചാരിച്ചു. കാരണം രക്ഷയെക്കുറിച്ച് പഠിക്കുക, നമ്മുടെ സഭയിൽ എവിടേക്ക് വെച്ച് പഠിക്കുക നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അനവധി തേജസ്സിന് നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഈ ആയുസ്സിൽ ഒരു നോട്ടമുണ്ട് നമുക്കല്ലേ. പലപ്പോഴും ജാതീയ മക്കളൊക്കെ നോക്കുന്നത് മുഴുവനും ഇന്ന് എന്ത് കിട്ടും, അല്ലേ? ഇന്ന് എൻ്റെ ബിസിനസ്സിലൂടെ എന്ത് ലഭിക്കും, ഇന്ന് നമുക്ക് എന്ത് ചെയ്താൽ എനിക്ക് എത്ര സമ്പാദിക്കാൻ പറ്റും. അവരെ കണ്ണ് മുഴുവൻ, നോട്ടം മുഴുവനും അവിടെയാണ്, ഈ ലോകത്തിൽ നിന്ന് അത് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതല്ല. നമ്മൾ കാണുന്നതിനല്ല നോക്കുന്നത്, കാണാത്തതിന് അത്രയേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുക, കാണുന്നതോ അല്പസമയത്തേക്കുള്ളത്, കാണാത്തതോ നിത്യമായതാണ്. ഇതെങ്ങനെ കിട്ടി നിങ്ങൾക്ക്? ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. കാണുന്നതിന് വേണ്ടിയാണെങ്കിൽ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനുള്ള ബുദ്ധിയും വിവേകവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയും അനുഭവത്തിലൊക്കെ പഠിച്ച ആൾക്കാരെ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? അത് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് കിട്ടും നിങ്ങൾക്ക്. പക്ഷേ ഈ രാത്രിയിൽ ഈ തണുപ്പത്തും ഈ മഴയത്തൊക്കെ ഇവിടെ വന്ന് ഇത് കേൾക്കണമെങ്കിൽ കാണാത്തതെന്തോ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ, അല്ലേ? ഒരു വഴിയരി കൂടി പോയ ഒരു പാടത്തിൻ്റെ ഒരു വയലിൻ്റെ വരമ്പിൽ കൂടി കടന്നുപോയ ഒരു മനുഷ്യൻ ഒരു നിധി കണ്ടു, അല്ലേ? അവൻ ആ നിധി
അവൻ്റെ സമ്പത്ത്, അവൻ്റെ കുടുംബം, അവൻ്റെ ഭാര്യ, മക്കൾ, അവൻ്റെ ബിസിനസ്, അവൻ്റെ സാമ്രാജ്യം, അവൻ്റെ റബ്ബർ എസ്റ്റേറ്റ്, അവൻ്റെ തെങ്ങും തോപ്പൊക്കെ വിറ്റിട്ട് അവൻ ആ നിധി വാങ്ങിയെങ്കിൽ, ആ വയൽ വാങ്ങിയെങ്കിൽ എത്രമാത്രം വലുതായിരിക്കും നമ്മളീ പഠിക്കുന്ന നിത്യമായ കാര്യങ്ങൾ. ഹല്ലേലൂയ. അത് എല്ലാവർക്കും ലഭിക്കത്തില്ല. ദൈവരാജ്യത്തിൻ്റെ മർമ്മം എല്ലാവർക്കും ലഭിക്കത്തുമില്ല. നിങ്ങൾക്ക് വരെ ലഭിച്ചിരിക്കുന്നു, ഹൃദയം തുറന്നു കൊടുക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ഈ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു. അടുത്ത വാക്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ആയുസ്സിന് വേണ്ടി നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുക. നമ്മൾ ഈ ആയുസ്സിന് വേണ്ടി അല്ലേ, അതുപോലെ അരിഷ്ട മനുഷ്യന്മാരാ. അപ്പം അതുകൊണ്ട് എവിട്ടു പോകുന്നു? ആ നിത്യമായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് നിത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നിത്യമായ നമുക്ക് കാണാത്ത കാര്യം, നിത്യമായ കാര്യം? ദൈവരാജ്യം, സ്വർഗം എങ്ങനെയാണ് നമുക്കറിയില്ല. അവിടെ എങ്ങനെയൊക്കെ വാസസ്ഥലങ്ങൾ ഇരിക്കുന്നത് നമുക്ക് ഒന്നും അറിയത്തില്ല, നമുക്ക് കണ്ടിട്ട് പോലുമില്ല അല്ലേ. പുതിയ യെരൂശലേം എന്താണ്? പുതിയ യെരൂശലേമിൻ്റെ ബിൽഡിങ്ങിൻ്റെ നീളം എന്താണ്? വീതി എന്താണ്? ഉയരം എന്താണ്? അവിടെ ആരൊക്കെ താമസിക്കും അല്ലേ? പുതിയ യെരൂശലേമിൽ ആരൊക്കെ, പുതിയ സിയോണിൽ എത്ര പേര് താമസിക്കും? അവിടെ അത്ര പേരുണ്ട്. എത്ര എണ്ണം കറക്റ്റ് ഒരു കുറിപ്പിട്ടല്ലേ, ഒരു കറക്റ്റായിട്ട് എണ്ണം അവിടെ ഉണ്ടാകത്തുള്ളൂ. ആ എണ്ണം എത്രയാ? ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആകെ നമുക്ക് കയ്യിലുള്ളത് ഈ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ. പിന്നെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച വിശ്വാസം, അതിന് മറ്റൊരു പേര് പറയാം വിലയേറിയ വിശ്വാസം. പിന്നെന്തൊക്കെയാ? അപ്പോസ്തലന്മാരുടെ വിശ്വാസം അല്ലേ, അതിമഹത്തായ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ആ വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് കാണാത്ത കാര്യങ്ങൾ കാണാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ കണ്ടുമുള്ള ലോകത്തിലേക്ക് മാഞ്ഞു പോകും. നമ്മൾ കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് പൂണ്ടുപോകും നമ്മുടെ ഹൃദയം. പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ലോകം കയറിയാൽ, ദേവാസിനെ പോലെയൊക്കെ ലോകം കയറിയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ, ഹൃദയം കഠിനപ്പെട്ടു പോയാൽ, മനസ്സ് കരിങ്കല്ലായ കഠിനമായാൽ തിരിച്ചു പിടിക്കാൻ കഴിയില്ല നമുക്കൊരിക്കലും. അതുകൊണ്ട് എബ്രായ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പേടിയാവുന്നത്, അവർ ആ കഠിനപ്പെട്ടു പോയി അവരുടെ ഹൃദയം. കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ 2 ജീവിത രീതിയാണ് നമുക്ക് പൗലോസ് പഠിപ്പിക്കുന്നത്. ഒന്ന്, നിത്യമായിരെ നോക്കിയിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ജീവിതം. 2, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ക്രിസ്ത്യാനി എന്ന പേരിൽ ജീവിക്കുന്ന ജീവിതം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അല്ലേ, ടൂറിസ്റ്റ് വിശ്വാസിനെ പോലെ സൺഡേ മാത്രം വന്ന് ഹായ് ബായ് പറഞ്ഞു പോകുന്ന ഒരു വിശ്വാസ ജീവിതം. അതുകൊണ്ട് ബൈബിളിലുണ്ട് 2 കൊരിന്ത്യർ ലേഖനം 5:19 പറയുക, എങ്കിലും നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരും എന്ന് പറഞ്ഞാൽ അവിടെ ജാതികൾ ഉൾപ്പെടുന്നുണ്ട്. അവർ അറിയാതെയാണ് നരകത്തിൽ പോകുന്നത്. അറിഞ്ഞിട്ട് നരകത്തിൽ പോകുന്നതിനെ ഗതി എന്തായിരിക്കും? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നോ? ക്ലിയർ ആണോ? അറിഞ്ഞിട്ടും നിത്യത. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നില്ലേ, നിങ്ങൾ അറിഞ്ഞിട്ടും തള്ളിക്കളഞ്ഞു. അതിനുള്ള ശിക്ഷ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. നരകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വർഗത്തിൽ വാസസ്ഥലങ്ങൾ ഉള്ളതുപോലെ തന്നെ നരകത്തിലും വാസസ്ഥലങ്ങളുണ്ട്. ആരും അല്ലെലിയാമെന്നൊന്നും പറയണ്ട, അങ്ങോട്ട് നമ്മളാരും പോകുന്നില്ല, പേടിക്കണ്ട. അത്രയും ഭയാനകമാണ് അവിടത്തേക്ക്. അപ്പോൾ ഈ താഴേക്ക് പഠിച്ചവരെ ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നമുക്ക് കാര്യം പറഞ്ഞു പോകാം, നമുക്കറിയാം. അപ്പോൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടൻ മനുഷ്യനത്രയും നമ്മൾ നോട്ടം മുഴുവനും ആ ലോകത്തിലേക്ക് വേണ്ടി, ആ അപ്പുറമുള്ള ലോകത്തിലേക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. നശിച്ചു പോകുന്ന ഈ മൃഗങ്ങൾ എങ്ങനെ നടക്കുന്നത്? താഴേക്ക് നോക്കി പുല്ല് കിട്ടുന്നത് എവിടെയാ? ഭക്ഷണം കിട്ടും. ശത്രുവിന്, യജമാനൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശത്രുവിൻ്റെ വീട്ടിൽ പോയി കഴിക്കും. അവന് ബന്ധങ്ങളൊന്നുമില്ല. അവന് ബന്ധങ്ങളോ അല്ലേ ഒന്നും അവനില്ല. അതുകൊണ്ട് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായാൽ, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് അപ്പോഴേ നമ്മൾ എടുത്തോളാം. വിവേകം നഷ്ടപ്പെട്ടു പോയാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. മൃഗത്തിന് എന്തില്ല? ആത്മാവില്ല. വെറും മണ്ണിനെ പോലെ നഷ്ടപ്പെട്ടു പോകുകയാണ് മനുഷ്യൻ. ചത്തുപോകുക എന്ന് ബൈബിളിലെ ഭാഷ പറഞ്ഞാൽ ചത്തുപോകുന്നു, മരിച്ചു പോകുകയില്ല, മൃഗങ്ങളെപ്പോലെ ചത്തുപോകുന്നു. ഹല്ലേലൂയ. ഈ നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം വന്നപ്പോൾ അല്ലേ, 7-ാം അധ്യായത്തിൽ 7:21-22 വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. മൃഗങ്ങൾ ചത്തുപോയി, പറവകൾ ചത്തുപോയി, ഇഴജാതികൾ ചത്തുപോയി, മനുഷ്യനും ചത്തുപോയി. എത്ര ഭയാനകമായ വാക്കാണെന്നറിയാമോ? മാനത്തോടിരിക്കേണ്ട മനുഷ്യൻ, സ്വർഗത്തെ അന്വേഷിക്കേണ്ട മനുഷ്യൻ, ആത്മാവിൻ്റെ ദൈവത്തിനെ അന്വേഷിക്കേണ്ട മനുഷ്യൻ, അത് അന്വേഷിക്കാതെ താഴേക്ക് അല്ലേ, മൃഗത്തെ പോലെ താഴേക്ക് നോക്കി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ശലോമനെ പോലെ ആകാശത്തിന് അപ്പുറം നോക്കേണ്ടതിന് പകരം ആകാശത്തിന് ഇപ്പുറം നോക്കാൻ തുടങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആയുസ് ഇവിടെ അസ്തമിക്കുന്നില്ല ഒരിക്കലും. മനുഷ്യൻ്റെ ആയുസ് ഇവിടെ കൂടെ തീരുന്നില്ല. ഇതിനപ്പുറമൊരുത്തേക്ക് നമ്മൾ നോട്ടമുണ്ട്, അപ്പുറത്തേക്ക് അല്ലേ യാത്ര നമുക്കുണ്ട്. ഹല്ലേലൂയ. മതങ്ങൾ അതിന് വ്യത്യസ്തമായ രീതികൾ കൊണ്ട് മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്.
ഞാൻ വിട്ടുപോകുന്നു. ഞാൻ സമയമുള്ള പോലെ അടുത്ത ക്ലാസ്സൊക്കെ എടുത്തോളാം, നമുക്ക് എനിക്ക് തീരത്തില്ല. ഓക്കെ, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നമുക്കറിയാവുന്നൊരു വേദവാക്യമാണ്, നാം ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 6-ാം അധ്യായം അതിൽ 14-ാം വാക്യം പറയുന്നു, എനിക്കു നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എന്നിട്ട് പറയാ, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതെ, അപ്പോൾ ഈ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ, ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ, ക്രിസ്തുവിനോട് ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ ലോകം പതിയെ നമ്മെ വിഴുങ്ങിക്കളയും. അതൊരു സത്വമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും ഭയാനകമായൊരു ജീവിയാണത്. പേര് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാൻ അല്ലേ? ഹല്ലേലൂയ. വിഴുങ്ങുവാൻ കാത്തിരിക്കുന്ന, വിഴുങ്ങിയാലോ വിടത്തുമില്ല. പിടിച്ചു കഴിഞ്ഞാൽ ലോകമകത്തു കയറിയാൽ, ദേമാസ് നമ്മൾ പഠിച്ചതാ, മറ്റു സഭകൾക്ക് ലേഖനമൊക്കെ എഴുതുമ്പോൾ വന്ദനം പറയും. അപ്പോസ്തലന്മാരെ കൂടെ വന്ദനം പറഞ്ഞ വ്യക്തിയാണ് ദേമാസ്. പക്ഷേ വഴിയാത്രയിൽ എവിടെയോ പേരും പെരുമയും നമുക്ക് അറിയത്തില്ല, എന്താ കാര്യം, റീസൺ അറിയത്തില്ല. പക്ഷെ ഒരു റീസൺ അറിയാം, അവൻ ലോകത്തെ സ്നേഹിച്ച് നമ്മളെ വിട്ട് ടെസ്ലോണിലേക്ക് വിട്ടുപോയെന്ന് പറയുന്നുണ്ട്. ലോകമകത്ത് കയറിപ്പോയി. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ആ ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടവനായി ജീവിക്കണം. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു വീഴ്ചയുണ്ട്. പ്രത്യേകിച്ച് ദൈവദാസന്മാർ നമുക്ക് ഒരു വീഴ്ചയുണ്ട്. ഹല്ലേലൂയ. എത്രയോ ഈ തലമുറയിൽ എത്രയോ എണ്ണിയാൽ തീരാത്ത ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങളാണ് വീണിരിക്കുന്നത്. ഇതെൻ്റെ വാക്കല്ല, എൻ്റെ വാക്കല്ല ഞാൻ പറയുന്നത്. കർത്താവ് മത്തായി 23-ാം അധ്യായം 2-3 വാക്യങ്ങളൊക്കെ എഴുതി ചുരുക്കുക, എൻ്റെ പേരെടുത്ത് വന്ന് അനേകർ നിങ്ങളെ ചതിക്കും അല്ലേ? എൻ്റെ പേരെടുത്ത് അനേകർ, ഒന്നും രണ്ടുമല്ല, അനേകർ വന്ന് നിങ്ങളെ ചതിക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം വഞ്ചനയാണത്. സാത്താൻ ഉപയോഗിക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിക്കുന്നതും നമ്മെ തന്നെയാണ് അല്ലേ? നമ്മൾ ആർക്ക് വിട്ടുകൊടുക്കുന്നത് പോലെ ഇരിക്കും അവർക്ക്. കർത്താവിനാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ ആത്മാവിനാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നതെങ്കിൽ അവൻ നമ്മെ ഉപയോഗിക്കും. സാത്താൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നാം വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവൻ നമ്മെ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഇന്നും ഇപ്പോൾ കണ്ടുവരുന്ന പുതിയ ട്രെൻഡുകൾ അല്ലേ? അഗ്നി അഭിഷേകം എന്ന് പറയുന്ന അഭിഷേകങ്ങളും, 2 കൈവെക്കുമ്പോൾ മറഞ്ഞു വീഴുന്ന അല്ലേ, കണ്ടില്ലേ, പുറകോട്ട് വീഴുന്ന. യെശയ്യാവ് പറയുക, 28-ാം അധ്യായത്തിൽ യെശയ്യാവ് പറയുക, അവർ പുറകോട്ട് വീണ് നശിച്ചു പോയെന്ന്. അതൊക്കെ എത്രമാത്രം ഭയാനകമായ തലമുറയാണ്. വീഴുന്ന ആരാന്നറിയാമോ? സാധാ പാസ്റ്റർമാരല്ല, ലോകം അറിയപ്പെടുന്ന ദൈവാസന്മാരാ. ഞാൻ ഇതിന് ശേഷം വരുന്ന ഇന്നല്ല അടുത്ത ക്ലാസ്സിലൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് ആഴമായി നിങ്ങളോട് സംസാരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. ഇന്ന് രാത്രിയിൽ ഞാനും പ്രബോധിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമുക്ക് പ്രശംസിക്കുവാനും നമുക്കും സന്തോഷിക്കുവാനും ഒരൊറ്റ സ്ഥലമേ ഉള്ളത്. ഹല്ലേലൂയ. നിത്യയോർത്തല്ല സന്തോഷിക്കുന്നത്. സന്തോഷമുണ്ട്, നല്ല കാര്യമാണ്. സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലമുണ്ട്, സ്വർഗീയ സിയോണിൽ ഇരിപ്പിടമുണ്ട്, സന്തോഷമാണ് എനിക്ക്. ഹല്ലേലൂയ. അവിടെ സെറാഫുകളോട് ഞാനൊരു ദിവസം നിന്ന് ആരാധിക്കും. ശരിക്കും എൻ്റെ അവകാശം അവിടെയുണ്ട്, സന്തോഷമാണ്. പക്ഷെ അതൊന്നും അല്ല എൻ്റെ സന്തോഷം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ എൻ്റെ അവകാശങ്ങളാണ്. പക്ഷേ എൻ്റെ സന്തോഷം കാൽവരി ക്രൂശ് മാത്രമേ ഉള്ളൂ. ആ ക്രൂശിൽ ഒരുവൻ കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് ഞാനിന്ന് ഈ പ്രസംഗിക്കുന്ന പ്രസംഗം, വചനം പോലും, മനുഷ്യർക്ക് നാവിൽ വരാത്ത വചനം പോലും ഇന്ന് രാത്രി പ്രസംഗിക്കാൻ കാരണം അവൻ ക്രൂശിൽ എനിക്ക് പകരക്കാരായി മരിച്ചത് കൊണ്ടാണ്. ഞാൻ പറയാൻ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ക്രൂശിലെ എനിക്കും, പൗലോസ് പറയുന്ന പോലെ, എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. വേറൊരു പ്രശംസയില്ല പൗലോസിന്. കാരണം അറിയാമോ? ആ ക്രൂശാണ് പൗലോസ് പറയുക, എൻ്റെ പ്രശംസ, എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് അല്ലേ? എന്നെ നിത്യത്തിലേക്ക് അവകാശിയാക്കി മാറ്റത് ആ ക്രൂശാണെന്ന കാര്യം മറന്നു പോകരുത്. കാരണം ആ ക്രൂശിലാണ് എൻ്റെ സകല നന്മയും കിടക്കുന്നത്. ഏത് നന്മയാണെന്നറിയാമോ? ഇവിടെ പറഞ്ഞ നന്മ. ഏത് നന്മയാ? ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ നന്മയല്ലേത്? നന്മയില്ലത്. നമുക്ക് സമ്പത്ത് കിട്ടുന്നതല്ല നന്മ. നമുക്ക് ഈ ലോകത്ത് ഇത്ര സമ്പത്ത് കിട്ടിയാലും അത് നന്മയെ ഒരു ചെറിയ വേണമെങ്കിൽ എന്തെങ്കിലും അല്ലേ, ഒരു ചെറിയ പേരെന്തെങ്കിലും വിളിച്ചോ, നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് വിളിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ശ്വാസം പോകുമ്പോൾ അതെല്ലാം വിട്ടേച്ച് പോകും. നമുക്ക് രോഗസൗഖ്യം കിട്ടി, വലിയ രോഗമായിരുന്നു, ക്യാൻസർ എന്തെങ്കിലും ആവട്ടെ, രോഗസൗഖ്യം കിട്ടി, നമുക്ക് സന്തോഷിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതോർത്ത് സന്തോഷിക്കരുത്. കാരണം അത് തരാൻ കഴിവുള്ളവനോർത്ത് സന്തോഷിക്കണം. ഇല്ലെങ്കിൽ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ മരിച്ചു പോകുമ്പോൾ ആ സൗഖ്യം മുഴുവൻ ഇവിടെ ഇട്ടേച്ച് പോകണം.
ലാസർ ഒരിക്കൽ മരിച്ചു, കർത്താവ് ഉയർപ്പിച്ച്. പിന്നെ എവിടെ പോയി ലാസറൊക്കെ? വീണ്ടും ആ ശവക്കല്ലറയിലേക്ക് ലാസർ പോകേണ്ടി വന്നില്ലേ? അതുകൊണ്ട് കർത്താവ് ഇതൊക്കെ തരുമ്പോഴും ബേബി ബ്രദർ പ്രസംഗിച്ച പോലെ ആ 150 പെരുത്ത മീൻകൂട്ടം, അത്രയല്ല, പെരുത്ത മീൻകൂട്ടങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ ആ പത്രോസിന്റെ കണ്ണ് അങ്ങോട്ടല്ല പോകുന്നത്. ഹല്ലേലൂയ. തന്നവരിലേക്ക് ഈ ശരിക്കും ദൈവം അത്ഭുതവും അടയാളവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അത് കാണാൻ വേണ്ടിയല്ല, അത് തന്നവന്റെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടിയാ. ഇന്നും 99% വിശ്വാസികളും ഹല്ലേലൂയ അത്ഭുതം കണ്ടാൽ പിന്നെ അത്ഭുതത്തിന്റെ പുറകെ, പിന്നെ അത്ഭുതം ചെയ്ത പാസ്റ്ററിന്റെ പുറകെ പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, എത്ര ഭോഷത്വമാണെന്നറിയാമോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. നിങ്ങളുടെ കയ്യാൽ ഇനി വൻ കാര്യങ്ങൾ നടക്കും. പക്ഷേ അത് നമുക്ക് വേണ്ടിയോ ആ ചെയ്ത വ്യക്തിക്ക് വേണ്ടിയില്ല. ആ ചെയ്ത വ്യക്തി ആ ചെയ്തവന്റെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടിയാ. പത്രോസ് നോക്കി. ബാക്കി എത്രയോ ആൾക്കാർ അവിടെയുണ്ട്, എത്രയോ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു, എത്രയോ പടകുകൾ എന്താ പറയുക തുഴാൻ വന്ന് വഞ്ചി തൊഴുന്ന എത്രയോ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരാരും യേശുവിന്റെ അടുക്കിലേക്ക് വന്നില്ലല്ലോ. അവരൊക്കെ കിട്ടിയ മീനിന്റെ പുറകെയല്ലേ പോയത്. ഹല്ലേലൂയ. അവിടെയാണ് ഒരു മാനസാന്തരങ്ങൾ കർത്താവ് വരുന്നത്. എന്തുമാകട്ടെ, വിട്ടുപോകുന്നു. അപ്പോൾ എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. കാരണം അറിയാമോ, ആ ക്രൂശിൽ എനിക്ക് നന്മ വെച്ചിട്ടുണ്ട്. കാരണം അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ. ഹല്ലേലൂയ. എനിക്കിത് ക്രൂശിക്കപ്പെടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ, ലോകമയത്തിൽ കിടന്നവൻ, ജഡ ഇച്ഛകളിൽ മാത്രം ജീവിച്ചവൻ, ഈ ലോകത്തിലെ പേരും പെരുമകളും മാത്രം ആഗ്രഹിച്ചവൻ, അല്ലേ, ഈ ലോകമല്ലാതെ വേറെ ലോകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയില്ലാത്തവൻ, എൻ്റെ അകത്തുണ്ടായിരുന്ന പഴയ ഞാൻ, അല്ലേ, പഴയ അമ്പട ഞാനേ എന്ന് പറയുന്ന ആ വലിയ ഞാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, റോമർ 7-ാം അധ്യായത്തിൽ 40 പ്രാവശ്യമാണ്. 7-ാം അധ്യായം 28 വാക്യങ്ങളേ ഉള്ളൂ, ചെറിയ അധ്യായമാണ്. അതിൽ തന്നെ 40 പ്രാവശ്യം ഐ, മീ, മൈ, ഞാൻ, എൻ്റെ എന്ന് പറഞ്ഞ ഐ വിറ്റാമിൻ ഗുളിക കഴിച്ച് ചീർത്തിരിക്കുന്ന മനുഷ്യൻ്റെ പ്രകൃതമാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഹല്ലേലൂയ. അപ്പോൾ അത് പറയും, അവനാൽ ലോകം എനിക്ക്, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ലോകത്തെ ജയിക്കാൻ കഴിയണമെങ്കിൽ ഒരു സത്യം നമ്മൾ രാത്രി അറിയണം, ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഏതിന് ക്രൂശിക്കപ്പെട്ട? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെക്കുറിച്ചാണ്. ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവനാണ്. ഹല്ലേലൂയ എന്ന സത്യം നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കണം. ഓരോ ദിവസം ലോകം കയറി വരുമ്പോൾ, ലോകത്തിലെ ഇഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, ലോകത്തിലുള്ള ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപം എൻ്റെ ചിന്തയിലേക്ക് വരുമ്പോൾ ഞാൻ വിളിച്ചു പറയണം, എന്നോട് തന്നെ പറയണം. ഹല്ലേലൂയ. എന്താ പറയണം? ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണ്. എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിക്കപ്പെട്ടതാണ്. യേശു മരിക്കുമ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ, അല്ലേ, ലോകം മാത്രം ആഗ്രഹിച്ച് ജീവിച്ച എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ പഠിപ്പിക്കണം. സംഘത്തിനൊരു വാക്കുണ്ട്, എൻ്റെ ഓർമ്മ എനിക്കറിയത്തില്ല, എവിടെയാണെന്ന് എനിക്കറിയില്ല, പിന്നെ ആവശ്യമുണ്ട് എടുത്തു തരാം. മുലകുടി മാറിയ ഒരു പൈതലിനെ പോലെ ഞാൻ അതിനെ ആശ്വസിപ്പിക്കുക. ഈ മുലകുടി മാറിയ അമ്മയുടെ പാലുകൂടി മാറിക്കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ പ്രകൃതം എന്നറിയാമോ നിങ്ങൾക്ക്? അമ്മയുടെ പാലുകൂടി മാറിയ ഒരു കുഞ്ഞിൻ്റെ പ്രകൃതം, അല്ലേ? 2 വയസ്സാകുമ്പോൾ അമ്മമാരൊക്കെ ഇപ്പം 2 വയസ്സൊന്നും വേണ്ട, 1 വയസ്സാകുന്നതിന് മുമ്പേ അമ്മമാർ പറയും, ഇച്ചി അമ്മനെ അന്ന് തൊടാൻ പാടെന്നൊക്കെ പറഞ്ഞ് മാറ്റിക്കളയും, അല്ലേ? അപ്പോൾ പണ്ടൊക്കെ അമ്മമാരൊക്കെ 2-3 വയസ്സിനെ കൊടുക്കും. ഈ 2 വയസ്സ് കഴിയുമ്പോൾ ഈ കൊച്ച് പതിയെ പറയും. എന്നിട്ട് അമ്മമാർ ചെന്നായൊക്കെ പുരട്ടി, ചെന്നായോ ചെന്നു അന്ന് ആ സാധനമൊക്കെ പുരട്ടി പലതും നോക്കും, അല്ലേ? തോക്കുമ്പോൾ ഈ കുടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പലതും ശ്രമിച്ച് നോക്കും. അപ്പോൾ ആ സമയത്ത് ഈ കൊച്ചു കിടന്ന് ഭയങ്കര വയലൻ്റ് ആയിരിക്കും. കാരണം ഇവന് കിട്ടി, കാരണം 2 വർഷമായി ഈ അവിടെ കിടന്ന് ഇത് ആവശ്യം പോലെ കുടിച്ച് അർമാദിച്ചതാ. ഇവനിപ്പോൾ അത് കിട്ടുന്നില്ല. അവൻ അത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. ഹല്ലേലൂയ. ആ സമയത്ത് പറയാ, ബൈബിൾ ഇങ്ങനെ, മുലകുടി മാറിയ ഒരു കൊച്ചിനെ അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ, നമ്മളതിനെ മാറിലിട്ട് ആശ്വസിപ്പിക്കുന്ന പോലെ പറഞ്ഞ് പഠിപ്പിക്കുക, നീ ക്രൂശിക്കപ്പെട്ടതാ. ഹല്ലേലൂയ. ഞാൻ വാക്കി പിന്നീട് എടുത്തു തരാം നിങ്ങൾക്ക്. നീ ക്രൂശിക്കപ്പെട്ടിരിക്കുക, ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന സത്യം നമ്മോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയാത്ത മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് ക്രിസ്ത്യ ജീവിതം
വിശ്വാസത്തിൽ ആരംഭിച്ചു, വിശ്വാസത്തിൽ കൂടെ വിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ അതിനെക്കുറിച്ച് ക്ലാസ് കർത്താവ് വന്നില്ലെങ്കിൽ പഠിക്കാം നമുക്ക് എപ്പോഴെങ്കിലൊക്കെ, അല്ലേ? ഇന്നൊക്കെ പഠിക്കാൻ സമയമൊന്നുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് വിഷയം. ഒരു പുതിയ വിശ്വാസത്തിൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്തിൽ ആരംഭിച്ച് എങ്ങനെ വിശ്വാസത്തിൽ കടന്നു പോകാം, എങ്ങനെ നമുക്ക് ആ വിശ്വാസത്തിൽ അവിടെ എത്തിപ്പെടാമെന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം അതുകൊണ്ട് അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അറിയണമെങ്കിൽ ഗലാത്യലേഖനം അതേ അധ്യായം 12-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവനൊക്കെയും പിന്നെ ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. എത്ര ഭയാനകമാണെന്നറിയാമോ? ഈ 14-ാം വാക്യം പൗലോസ് പറയുന്നതിന് മുമ്പായിട്ട് 12-ാം വാക്യം പറയാം, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ. ഇതിനൊരു മറുത്തൊരു കാര്യം പറയാൻ പറ്റും. 1-ാം അധ്യായത്തിൽ നമുക്ക് വേറെ കാര്യം പത്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോസ്തലന്മാരൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക, യഹൂദന്മാരൊക്കെ, യഹൂദ വിശ്വാസികൾ കടന്നു വരുന്നതിന് മുമ്പായിട്ട് പത്രോസ് ജാതികളുടെ കൂടെ ഇരുന്ന് ഉണ്ടും ഉറങ്ങിയൊക്കെ പോകുന്നു, അല്ലേ? പക്ഷേ പരിച്ഛേദനക്കാരെ യഹൂദന്മാർ കടന്നു വന്നപ്പോൾ അവരുടെ മുമ്പിൽ നല്ല പുള്ളയാകാൻ, നാട്ടുഭാഷ പറയില്ല, നല്ല പുള്ളയാകുവാൻ വേണ്ടി അവൻ മാറി നിന്ന് കളഞ്ഞു. സെയിം കാര്യം തന്നെ, അതേ കാര്യം തന്നെയാ ജഡത്തിൽ സുമുഖം കാണിക്കുവാൻ, അല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കൊച്ചല്ല എന്ന് കാണിക്കുവാൻ വേണ്ടി. അതാണ് ജഡത്തിൽ സുമുഖം കാണിക്കാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിനെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പിക്കുവാൻ നിർബന്ധിക്കുന്നു. ഒരു വിശ്വാസി ആയതുകൊണ്ട് ഇനി നീ വിശ്വാസി എന്ന് പറഞ്ഞ് നടന്നാൽ നാട്ടുകാർ നിന്നെ പിടിച്ച് ഇടിക്കും, അല്ലേ? യഹൂദന്മാരൊക്കെ കാര്യമാണ്. അവരെ പിടി, നിന്റെ പഴയ പരീക്ഷന്മാരൊക്കെ ഉണ്ട്, അവർ നിന്നെ കാണുമ്പോഴൊക്കെ കാർക്കിച്ച് തുപ്പും, അല്ലേ? നിനക്ക് നിന്റെ സ്വത്ത് തരത്തില്ല, നിന്റെ ജോലി നിന്നെ പിരിച്ചുവിടും, നിന്റെ സമ്പത്തൊക്കെ കണ്ടുകെട്ടും. അതുകൊണ്ട് തൽക്കാലം ഒരു പണി, നീ രക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യണം? അവർ കാണാൻ വേണ്ടി മാത്രം ജഡത്തിലൊന്ന് പരിച്ഛേദനയേറ്റാൽ മതി. അപ്പോൾ ഒരു കുഴപ്പമില്ല, അവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം. ആ പരിപാടി ക്രിസ്തീയ ജീവിതത്തിലില്ല. നമുക്കൊരു സ്ഥലമേ ഉള്ളൂ, ക്രിസ്തുവിൽ അടുക്കൽ മാത്രം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിന്ന പരിഹാസം, ആട്ട് തുപ്പൊക്കെ നമുക്ക് ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടത്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഈ ലോകത്തിൽ ക്രിസ്തുവപ്പതി ആട്ട് നിന്ന തുപ്പൽ എന്തൊക്കെയാ, അല്ലേ? പരിഹാസം ഒക്കെ ലഭിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ. എല്ലാ വിശ്വാസികളും കൊടുക്കത്തില്ലത്. കാരണം അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം ലാസ്റ്റ് വാക്യം ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റുമോ? അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം ലാസ്റ്റ് വാക്യമുണ്ട്, അവർ ക്രിസ്തുവിനെ പ്രതി തല്ലുകൊണ്ടതുകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിച്ച് അവർ ആനന്ദിച്ചു പോയെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-ാം അധ്യായം ലാസ്റ്റ് വാക്യമായിരിക്കും. കിട്ടിയില്ല, എന്നാ വിട്ടേക്ക്. ഓക്കെ, ഇതെല്ലാവർക്കുള്ള അനുഗ്രഹമല്ല. ഇത് ദൈവത്തോട് എത്രമാത്രം പറ്റി നിൽക്കുന്നുവോ അവർക്കുള്ള അനുഗ്രഹങ്ങൾ. അതെല്ലാം എല്ലാവർക്കും ദൈവം നിന്ന പരിഹാസം ഇതൊന്നും കൊടുക്കത്തില്ല. ഈ വാക്യം അത് ദൈവത്തിൻ്റെ കൃപ തന്നെ. അവർ പറയുക, തിരുനാമ നിമിത്തം ഞങ്ങൾ ഇത് സഹിച്ചത് കൊണ്ട് സന്തോഷിക്കുക. അത് കാരണം ഇത് എല്ലാവർക്കും ദൈവം കൊടുക്കത്തൊന്നുമില്ല. ഉള്ള കാര്യം പറയാം, ഒരിക്കലും പേടിക്കേണ്ട, അല്ലേ? പിന്നെ ക്രിസ്തുവോട് പറ്റി ജീവിക്കാൻ തുടങ്ങുന്നവർക്ക് കർത്താവ് തരിക എന്നറിയാമോ? അത് വലിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ വിടുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ജഡത്തിൽ സുമുഖം കാണിക്കുക. അവരുടെ മുമ്പിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ പറയാം, എക്സാമ്പിൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കും. നമ്മുടെ മറ്റുള്ള നമ്മുടെ സ്വന്തക്കാർ, ജാതികളായ നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിൽ കല്യാണം വരുന്നു, സൺഡേ ആണ്, എന്നാലും കുഴപ്പമില്ല. സൺഡേ പോയില്ലെങ്കിലും അവർ കുഞ്ഞമ്മ എന്ത് വിചാരിക്കും, അല്ലേ? കുഞ്ഞമ്മ എന്നെ പണ്ട് ഒക്കത്തെടുത്ത് നടന്നതാണ്, ഞാൻ കുഞ്ഞമ്മയുടെ ഒക്കത്ത് ഇത് എത്ര മാസം സുസു വെച്ചതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹബന്ധങ്ങളൊക്കെ അകത്തേക്ക് കടന്നു വരും, അല്ലേ? ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പിന്നെ സൺഡേ വേണ്ട, നമുക്ക് കർത്താവും വേണ്ട, കൂട്ടായ്മ വേണ്ട. നമ്മൾ ജഡത്തിൽ സുമുഖം കാണിപ്പാൻ, ഞാൻ പദാർത്ഥം മനസ്സിലാക്കണമല്ലോ നിങ്ങൾക്ക്. ജഡത്തിൽ സുമുഖം കാണിക്കാന്ന് പറയുന്നത് ഒരു കാല് ജഡത്തിലുള്ള നമ്മുടെ ജാതീയ ലോകത്തെ സമ്പ്രദായങ്ങളോട് നമ്മൾ ഇണചേർന്ന് പോകുകയാണ്. ഹല്ലേലൂയ. പണ്ടൊക്കെ എനിക്കറിയാം, അമ്പലത്തിലൊക്കെ പിരിവെടുക്കാൻ വരുമ്പോൾ ആൾക്കാരൊക്കെ എടുക്കാൻ വരുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എനിക്ക് എന്തെങ്കിലും കൊടുത്തേക്കാം, നാളും പേരൊന്നും എഴുതണ്ട, ഇരിക്കട്ടെ നിങ്ങൾക്ക് പറയും. ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്താലും അതൊരു ഒരു വശം വരെ എന്താണെന്നറിയാമോ? അവരുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വിടാത്ത ഒരു ബന്ധമാണത്. കാരണം അവിടെയും വേണം,
നാളെ ഇനി ചർച്ചയിൽ നിന്ന് പഠിച്ച് പുറത്താക്കി അവിടെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും, എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഇതൊന്നും ക്രിസ്ത്യ ജീവിതത്തിൽ ചേർന്നല്ല സഹോദരങ്ങൾ. ഇവിടെ പറയുക, ജഡത്തിൽ സുമുഖം കാണിക്കാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ ക്രിസ്തുവിനെ പ്രതി നമുക്കൊരു ഉപദ്രവമുണ്ട്. ഈ ഉപദ്രവം എവിടെ കിട്ടുന്നറിയാമോ? നാം കർത്താവിനെ ഉയർത്തുമ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് ബൈബിളും കൊണ്ടുപോരാൻ, ചർച്ച വരാൻ പോലും ബൈബിൾ എടുക്കാൻ മടിയാണ് നമുക്ക്. കാരണം ബൈബിളൊക്കെ പിടിച്ചു പോകുമ്പോൾ നീ ബന്ധക്കോസുകാരനല്ലേ, എപ്പോഴായടാ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ വഴി കൂടെ വരുമ്പോൾ ചോദിക്കുമോ എന്ന് വിചാരിച്ചിട്ടാ. എന്തൊക്കെയാണെന്നറിയാമോ? സത്യം പറഞ്ഞാൽ ഇതൊക്കെ ജഡത്തിൽ സുമുഖം കാണിക്കാൻ വേണ്ടി നമ്മളൊക്കെ കർത്താവിനെ പ്രതി കർത്താവ് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് ആ ക്രൂശ് ചുമന്നില്, കർത്താവിൻ്റെ ക്രൂശല്ല ചുമന്നത്, എൻ്റെ ക്രൂശാണ് കർത്താവ് ചുമന്നത്. അല്ലേ? പറ നിങ്ങൾ. അല്ലേ? വെളിപ്പാടല്ലേ ഞാൻ പറഞ്ഞത്? കർത്താവ് ചുമന്നത് 2000 വർഷമൊക്കെ ചുമന്ന് കർത്താവ് ചുമന്നത്, അവൻ ഒരു പാപം ചെയ്തിട്ടില്ല. അവൻ വല്ലവൻ്റെ അല്ല, നമ്മുടെ ക്രൂശ ചുമന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടി മരിച്ച അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിച്ച് ഇന്നും ജീവിച്ചിട്ട് ഇന്ന് ആ ക്രൂശിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നമുക്ക് സുമുഖം കാണിക്കുക. നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് കൊച്ചാവുമല്ലോ എന്ന് പേടിച്ച് നമ്മളിരിക്കുക. നമുക്ക് വേണ്ടിയാണ് മരിച്ചത്, നമ്മുടെ ക്രൂശ് ചുമന്നത്. ആ യൗവനക്കാരൻ, തികഞ്ഞ യൗവനക്കാരൻ, 32 വയസ്സ് 33 വയസ്സെന്ന് പറഞ്ഞാൽ തികഞ്ഞ യൗവനക്കാരൻ. ഹല്ലേലൂയ. നാട്ടുകാരുടെ മുമ്പിൽ, സ്ത്രീകളുടെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ, അല്ലേ, അർദ്ധനഗ്നനായി അവൻ നടന്നു നീങ്ങുമ്പോൾ എത്രമാത്രം ലജ്ജയുണ്ടാകും. ഇവിടെ പോകുമ്പോണ്ടല്ലോ ഒരു ചെരുപ്പിൻ്റെ വള്ളി വെട്ടി, എനിക്കൊന്നും ഓർമ്മയുണ്ട്, ചെരുപ്പിൻ്റെ വള്ളി വെട്ടിപ്പോയുണ്ടല്ലോ, അയ്യോ നാണക്കേടാ. പിന്നെ കാല കിറുക്കി പിടിച്ചൊന്നും ഇങ്ങനെ ഉരച്ചൊരച്ച് പോയിട്ടുണ്ട്. ഒരു ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയപ്പോൾ നമുക്ക് നാണക്കേടാ. ഞാൻ പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ? ഷർട്ടിൻ്റെ ബട്ടൺസ് വിട്ടുപോയാൽ നമുക്ക് സ്റ്റാൻഡേർഡ് കുറഞ്ഞുകൂടെ പരിപാടിയാണ്. ഇത് നമുക്ക് വേണ്ടി തികഞ്ഞ യൗവനക്കാരൻ സ്ത്രീകളുടെ മുമ്പിൽ, അവർ അമ്മയുടെ മുമ്പിൽ അവൻ അർദ്ധനഗ്നനായി നടക്കേണ്ടി വന്നു ക്രൂശ് ചുമന്നുകൊണ്ട്. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ലേ? ഹല്ലേലൂയ. എന്നിട്ട് അവൻ്റെ ബൈബിളിൽ നിന്ന് എടുത്ത് പിടിക്കാൻ പോലും നമുക്ക് ലജ്ജയാണ്, സഹിക്കാൻ പോലും പറ്റത്തില്ല നമുക്കത്. ഹല്ലേലൂയ. എന്ന് അവിടെ കർത്താവ് ഞാൻ വിട്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ജഡത്തിൽ സുമുഖം കാണിക്കുവാൻ ഇച്ഛിക്കുന്നതൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടത് മാത്രം നിങ്ങളെ പരിശോധന നൽകുവാൻ നിർബന്ധിക്കുന്നു എന്ന് പറയട്ടെ. എന്നിട്ട് പറയുക, നിങ്ങളുടെ ജഡത്തിൽ, ഇത് പറയാൻ പോയി ഒട്ടനവധി കാര്യങ്ങളാണ് അകത്തേക്ക് ഓടി വരുന്നത്. ഞാൻ പറയാം, ഒരിക്കലും ഞങ്ങളുടെ എരൂര് ഒരുപാട് വിശ്വാസികളുണ്ടായിരുന്നു, ഒരുപാട് വിശ്വാസികൾ. അത് ഏത് ഗ്രൂപ്പാണെന്ന് ഞാൻ പറയുന്നില്ല, വിടുന്നു. ആ ഗ്രൂപ്പുകാർ അവസാനം പറയുന്നത് എന്നറിയാമോ? ഇന്ന് എരൂര് വളരെ കുറച്ച് വിശ്വാസികൾ ബാക്കിയൊക്കെ പോയി തിരിച്ച് അവരുടെ നാട്ടിൽ, അവരുടെ പഴയ ജീവിതത്തിലേക്ക് പോയി കളഞ്ഞു. കാരണം എന്നറിയാമോ? കുറേ കഴിഞ്ഞപ്പോൾ 10-15 വർഷമായ വിശ്വാസികളാണ്. കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ മക്കളൊക്കെ, ജാതീയ മക്കളെ വിവാഹം കഴിക്കാൻ പോയപ്പോൾ അവരുടെ ലോകമറിയപ്പെടുന്ന ദൈവാസന പറഞ്ഞു കൊടുക്കുന്നത് അറിയാമോ? നിങ്ങൾ അമ്പലത്തിൽ പോയി നിന്നാലും കുഴപ്പമൊന്നുമില്ല, നീ ശാന്തിക്കാരൻ തന്നാലും എന്താണെന്നറിയാമോ? അത് കഴിച്ചോ കുഴപ്പമൊന്നുമില്ല, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. എത്ര ഭോഷത്വമായ ഉപദേശമാണ്! അയ്യോ, ഞാൻ പറഞ്ഞത് ഗ്രഹിക്കാത്തതുകൊണ്ടാണ്, ഗ്രഹിക്കാത്തതുകൊണ്ടാണോ? ഹല്ലേലൂയ. നിന്റെ ഉള്ളിലല്ലേ ക്രിസ്തു ഇരിക്കുന്നത്. ഇന്നൊരൊറ്റ വിശ്വാസി പോലും, ഞങ്ങളുടെ ചർച്ച പണ്ട് അവിടെ കൂട്ടായ്മ വന്നിട്ടുണ്ട്, അവരൊക്കെ 10-15 പേര്, ഇന്ന് അവരുടെ അഡ്രസ്സ് പോലുമില്ല, ജാതി ലോകത്തേക്ക് മടങ്ങിപ്പോയി. കാരണം ഒരിക്കലും ഈ ലോകമായി ഇഴുകിച്ചേരുവാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ക്രൂശല്ലാതെ വേറൊരു ഈ ലോകത്തിന് മറ്റൊരു പേര് ദൈവം കർത്താവ് കൊടുത്തിട്ടില്ല. ക്രൂശിലെ ലോകത്തിലെ സ്ഥാനം, ജഡത്തിലെ സ്ഥാനം എവിടെയാണ്? നമ്മൾ ഇപ്പോൾ എടുക്കുക അതിനെക്കുറിച്ച്. ജഡത്തിലെ സ്ഥാനം എവിടെയുള്ളത്? ക്രൂശിലാണ്. നമ്മുടെ പഴയ മനുഷ്യൻ എവിടെ? പഴയ മനുഷ്യൻ സ്ഥാനം എവിടെയുള്ളത്? നമ്മുടെ പഴയ മനുഷ്യൻ്റെ. നമ്മൾ പേരും പെരുമയായിട്ട് നമ്മുടെ പേരിൻ്റെ മുമ്പിൽ, അല്ലേ, എന്താ ഡോക്ടർ ഇന്ന ആള് പേരിൻ്റെ വാലിന്മേൽ MBBS, DHM, ABCD, EFG, HJK, LMA എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ നമ്മുടെയൊക്കെ വിചാരം ഈ ലൂക്കോസ് സുവിശേഷ ഭാഗം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12-ാം അധ്യായം 18-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തിന് മുമ്പിൽ അറപ്പത്തെ, മനുഷ്യൻ്റെ മുമ്പിൽ മാന്യമായത് ദൈവത്തിന് മുമ്പിൽ അറപ്പത്രേ. ഞങ്ങൾ ഈ പാസ്റ്റർമാർ ഈ പേരിന് മുമ്പിൽ REV എന്നൊക്കെ എഴുതും, റവറൻറ്റ്, ബിഷപ്പൊക്കെ എഴുതും. REV എന്ന് റവ, അല്ലേ, റവ എന്നൊക്കെ, റവയും ആട്ടയും മൈദനൊക്കെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്കിത്തിരി സുമുഖം കാണിക്കുന്ന പരിപാടി ഞങ്ങൾക്കും ഉണ്ട്. ഇത്തിരി ഒന്നും മിണ്ടാതിരിക്കണം നിങ്ങൾ. അപ്പോൾ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞത് ഈ നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽക്കുവാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. ഈ ലോകം, അതുകൊണ്ട് ലോകത്തിൽ നിന്നെ വലിയവനാക്കാം, ലോകത്തിൽ നിന്നെ സമ്പന്നനാക്കാം, ലോകത്തിൽ നിന്നെ പെരുമയുള്ളാക്കാം എന്ന് പറയുന്നത് മുഴുവനും ലോകമാണ് പറയുന്നത്. നമ്മുടെ ജഡത്തിൽ സുമുഖം കാണിക്കുക നമ്മൾ.
ഹല്ലേലൂയ. സത്യത്തിൽ നരകത്തിലേക്ക് എണ്ണപ്പെടുക എന്നുള്ള കാര്യം മറന്നു പോകുന്നില്ല. ഈ കൗണ്ട് ഡൗൺ എന്നൊക്കെ പണ്ട് പിള്ളേർ ടി വിയിലൊക്കെ പണ്ട് പറയുക, കൗണ്ട് ഡൗൺ, നമ്മുടെ ജീവിതം അവിടെ മുതൽ താഴേക്ക് എണ്ണുകയാണ്, നരകത്തിലേക്ക്. അതിന് അവസാനം പോയി വീഴുന്നത് നരകത്തിന് വാതിക്കലായിരിക്കും നമുക്ക്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിന് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കും. നമ്മൾ സത്യം തിരിച്ചറിഞ്ഞേ മതിയാകൂ. പഠിപ്പിക്കണം നമ്മുടെ മനസ്സിനെ. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് പ്രശ്നക്കാരനാ. ആ മനസ്സിനോട് പറഞ്ഞ് പഠിക്കണം, ഞാൻ ലോകത്തിന് മരിച്ചവനാ, ക്രൂശിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ. ലോകത്തിന് ഏത് പ്രശസ്തിയും ഏത് മാനവും എന്തും അതിൻ്റെ സ്ഥാനം കർത്താവ് കൊടുക്കുന്നത് അങ്ങേ അറ്റം പോയാൽ ക്രൂശ് വരെയുള്ളൂ. ക്രൂശ് എന്താ? നിന്ദയും പരിഹാസവും ഒടുക്കം മരണവും. അങ്ങനെയല്ലേ? നിന്ദയും പരിഹാസവും ഒടുക്കം നീചമായ മരണവും, അതാണ് ക്രൂശ്. ആ ക്രൂശാണ് കർത്താവ് ലോകത്തിനിട്ട വില. അതല്ല നല്ല വില, അതല്ലേ ലോകത്തിനിട്ട വില അല്ലേ? നമ്മൾ പലതും നമുക്ക് പലതിനും നമ്മൾ വിലയിടും. ഇന്നത് കൊള്ളാം, ഇത് മറ്റത് കൊള്ളാം അല്ലേ? അവൻ്റെ മോള് അല്ലെങ്കിൽ അവൻ്റെ മോൻ വലിയ ആളാ, നമ്മൾ എല്ലാത്തിനും നമ്മൾ വിലയിടും. പക്ഷെ കർത്താവ് വിലയിടുന്നതെന്ന് അറിയാമോ? ലോകത്തിൻ്റെ വില എന്താ വിലയിടുന്നത്? കർത്താവ് ലോകത്തിൻ്റെ പേരും പെരുമക്കും, ലോകത്തിലെ എന്തിനും, ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിന് മുഴുവനും കർത്താവിടുന്ന വില എന്താ? ക്രൂശ്. നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും നീച മരണത്തിൻ്റെയും സ്ഥാനം. അതുകൊണ്ടാ ലൂക്കോസ് പറയുന്നുണ്ട്, മനുഷ്യന്റെ മുമ്പിൽ മാനമായത് ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പത്രേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് എപ്പോഴും പണ്ട് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ ന്യൂ ലൈഫൊക്കെ വിട്ടുപോയ ശേഷം സെഫി എന്ന് പറഞ്ഞ ഡയോസിസിൻ്റെ നമ്മുടെ ഫ്രണ്ടായി, നമ്മുടെ പരിചയക്കാരനായിരുന്നു പുള്ളി. കേരളത്തിൽ എറണാകുളത്തിൻ്റെ ഡയോസിസിലെ പുള്ളിയായിരുന്നു. വന്ന് പറഞ്ഞു, ഇനി കഷ്ടം വരാൻ പോവുകയാണ്, നമുക്ക് ഭരണങ്ങളൊക്കെ മാറാൻ പോവുകയാണ്, നമ്മൾ പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു അംഗത്തൊടുക്കാൻ പറഞ്ഞു. എനിക്കറിയില്ല, നമ്മൾ വിശ്വാസത്തിലേക്ക് ന്യൂ ലൈഫിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ 3 വർഷം കഴിഞ്ഞേ ഉള്ളൂ വിശ്വാസത്തിൽ. അത്രയൊക്കെയുള്ളൂ. പിന്നെ 1 വർഷം 2 വർഷമൊക്കെ ആയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. വിശ്വാസം വളരെ ചെറുപ്പമായിരുന്നു വിശ്വാസത്തിൽ. ആ സമയത്ത് എന്നെ കൊണ്ട് എടുത്ത് ഞാൻ വീട്ടിലെത്തേണ്ടി വന്നില്ല. അതിനു മുമ്പ് കർത്താവ് എന്നോട് പറഞ്ഞറിയാമോ, നിന്റെ സംരക്ഷണം അവരാണെങ്കിൽ നിനക്ക് അവരുടെ കൂടെ പോകാം, നിന്റെ സംരക്ഷണം ഞാനാണെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പണ്ട് മോശ പറഞ്ഞില്ലേ, ഈ യഹോവയുടെ പക്ഷക്കാരൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞതുപോലെ ഒരു ചോദ്യം എൻ്റെ മുമ്പിലും വന്നു. ഹല്ലേലൂയ. അന്ന് 5000 കൊടുത്ത് വാങ്ങിയ അതിൻ്റെ മണം പോലും പോയിട്ടില്ല. വിസിറ്റിംഗ് കാർഡ് എന്തോ കാർഡെന്ന് പറയില്ലേ, മറ്റേ PVC കാർഡ്, മണം പോലും പോയിട്ടുണ്ടായില്ല. ഒടിച്ച് കളഞ്ഞു ഞാൻ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അല്ല, അതെല്ലാം ഒടിച്ച് കീറിക്കളഞ്ഞു ഞാൻ. കാരണം അറിയാമോ, കർത്താവ് സംരക്ഷണം തരില്ലെങ്കിൽ എനിക്ക് സംരക്ഷണവും വേണ്ട. ഹല്ലേലൂയ. നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന ഭരണ സംവിധാനങ്ങൾ മാറും, അത് ഭയന്നിട്ടാണ് നമ്മൾ ഇപ്പോഴോ ചെയ്യുന്നത്. ഭാവിയിൽ ഭരണങ്ങൾ മാറും, അവർ നമ്മെ ചർച്ചുകളൊക്കെ പൂട്ടും അല്ലേ, നമുക്ക് ഒന്നും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. അങ്ങനെ ഒരു സംഭവം ലോകത്തിൽ വന്നാൽ അതിലൂടെ നമ്മൾ കടന്നു പോകണമെന്ന് ദൈവഹിതമാണെങ്കിൽ പോയേ മതിയാകത്തുള്ളൂ. അവിടെ മനുഷ്യൻ്റെ മാർഗമല്ല. ഹല്ലേലൂയ. അവിടെ സംരക്ഷിക്കാൻ ഒരുവൻ നമ്മളെ വിളിച്ചവൻ ഒരുവനുണ്ട്. ഇത് മനുഷ്യൻ്റെ മാർഗമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഇതൊക്കെ ജഡത്തിൽ സുമുഖം കാണിക്കാൻ വേണ്ടിയാ. ഇന്ന് എൻ്റെ കൂടെ മിനിസ്റ്റർ ചെയ്ത, പഞ്ചാബിലൊക്കെ മിനിസ്റ്റർ ചെയ്ത ഇന്ന് അദ്ദേഹം ഇതിൻ്റെ ബിഷപ്പല്ലോ, ഇന്ന് തിരുവല്ലയുടെ ബിഷപ്പായി മാറിയിരിക്കുക. യൂട്യൂബിലൊക്കെ ഉണ്ട്. വലിയ അറിയപ്പെടുന്ന പ്രവാചകനാണ്, കള്ളപ്രവാചകനാണ്. ഉള്ള കാര്യം പറയാം, കള്ളപ്രവാചകനാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഉറങ്ങിയും ജീവിച്ച എത്രയോ നാളുകൾ പഞ്ചാബിലും പലയിടത്തും ഞങ്ങൾ കൊട്ടാരക്കരയൊക്കെ മിനിസ്റ്റർ ചെയ്ത ആൾക്കാരാണ്. ഇന്ന് ലോകത്തിൽ കള്ളപ്രവചനത്തിലേക്ക് പുറകെ പോയി ജീവിതം മാറ്റപ്പെട്ടു പോയി. എന്തുമാകട്ടെ, ഞാൻ പറയുന്നത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഒരാളെ കൊച്ചാക്കുകയോ ഒന്നുമല്ല. എന്താ നിങ്ങൾ മിണ്ടാതെ? പൗലോസൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. തെറ്റ് കണ്ട തെറ്റായിട്ട് തന്നെ സംസാരിക്കണം. നമ്മളവിടെ മയപ്പെടുന്നതിന് ആവശ്യമില്ല. നമുക്ക് പറയാൻ മടിയെങ്കിൽ എനിക്ക് ഉറപ്പില്ല അതിനെക്കുറിച്ച്. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒരാൾ തെറ്റാണെന്ന് പറയാൻ ഉറപ്പുണ്ടെങ്കിൽ അത് എൻ്റെ ഉറപ്പാണ്. ഇല്ലെങ്കിൽ നമ്മൾ അറിയാം പരിശുദ്ധാത്മാവായിരിക്കും കൊടുത്തതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്ത ലോകത്തിലേക്ക് പോകും അല്ലേ. അത് വചനത്തെക്കുറിച്ച് നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റാണെന്നൊക്കെ പറയാൻ കഴിയും. അത് ഒരാളെയും മുഖം നോക്കണ്ട, അത് ഞാനാണെങ്കിൽ പോലും. ഹല്ലേലൂയ. മുഖം നോക്കാൻ നിങ്ങൾക്ക് സംസാരിക്കണം. കർത്താവ് നമ്മളെ വിളിച്ചത് പോലും അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ അവൻ വിളിച്ചത് പോലും എന്നറിയാമോ, നമ്മളെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിളിച്ചത് ഗലാത്യർ 1:3 പറയുക, പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തതാവുന്നു.
അത്ര പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്. കർത്താവ് നമ്മെ ഈ ലോകത്ത് വിടുവിച്ചത് പോലും എന്തിനു വേണ്ടിയെന്നറിയാമോ? ഈ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിച്ചെടുത്ത് കർത്താവിൻ്റെ ആത്മാവിനാൽ അവൻ്റെ സ്വഭാവം നിറക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പം അതിനുവേണ്ടി നമ്മെ വിളിച്ചത്. അപ്പം അതുകൊണ്ട് ലോകത്തിൽ കിടന്നാൽ കർത്താവിന് നമ്മെ ലോകത്തിൽ വിടുവിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. ലോകത്തിൽ നമ്മൾ ക്രൂശിക്കപ്പെട്ടതാ. ഹല്ലേലൂയ. വേഗത്തിൽ ഓടിച്ചുവിടുന്ന സമയം മുന്നോട്ട് കടന്നു പോകുക. ഗലാത്യർ 2:20 പറയുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്തിലത്രേ. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളെല്ലാം കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ ആ ക്രൂശിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 1990 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ ആ ഗൊൽഗൊഥ മലയിൽ എത്ര ക്രൂശ് ഉണ്ടായിരുന്നു? ആ 3 ക്രൂശിൽ എത്ര പേരുണ്ടായിരുന്നു? ഓക്കെ, 2 ക്രൂശിൽ 2 കള്ളന്മാർ. നടുക്കത്തെ ക്രൂശിൽ എത്ര പേരുണ്ടായിരുന്നു? കർത്താവ് മാത്രമല്ല ക്രൂശിൽ മരിച്ചത്. നിങ്ങൾ സത്യം തിരിച്ചറിയണം. നിങ്ങൾ 2 ക്രൂശിൽ, അപ്പുറവും ഇപ്പുറത്തെ ക്രൂശിൽ ഒരു വ്യക്തി ഉണ്ടായുള്ളൂ, ഓരോരോ വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷേ നടുക്കത്തെ ക്രൂശിൽ, കർത്താവ് ചുവന്ന ക്രൂശിൽ, അവിടെ യേശു മാത്രമല്ല അന്ന് മരിച്ചത്, അവനോടുകൂടെ നമ്മളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. ആ വെളിപ്പാടുകളാ എന്നെ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടവനാക്കി മാറ്റുന്നത്. ഇല്ലെങ്കിൽ ലോകം നമ്മെ മാടി വിളിക്കും. ലോകം ഭയങ്കര സത്വമാണ്, നമ്മളെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന സത്വമാണത്. ഏത് നിമിഷവും വലയിടാൻ വേണ്ടി കാത്തിരിക്കുന്നതാണത്. നമ്മളോട് അടുക്കാൻ പോലും കഴിയത്തില്ല. ഞാൻ പറയാ, ജഡത്തെ പോലും നമുക്ക് മനുഷ്യനെന്ന നിലയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പാപത്തെ ജയിക്കാൻ പറ്റുമോ? നിങ്ങളുടെ നാവുകളെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുമോ? ഒരിക്കലും ആദമിൻ്റെ പ്രകൃതമുള്ള മനുഷ്യന് ലോകത്തെ ജയിക്കാനും കഴിയത്തില്ല, പാപത്തെയും ജയിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം ബലപ്പെട്ടിരിക്കുന്ന 2 വസ്തുക്കളാണ്, അല്ലെങ്കിൽ 2 വസ്തു എന്താ പറയുക, 2 സാധനങ്ങളാണ് ലോകവും ഈ ജഡവും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ജയിക്കാൻ ഏക മാർഗം യോശുവയുടെ കരം പിടിച്ച് നടക്കുക എന്നുള്ളതാണ്. ആരാ യോശുവ? ഇസ്രായേൽ മക്കള് കടൽ ദേശം അവകാശമാക്കിയത് യോശുവ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നിഴലായതുകൊണ്ട്. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തിയെ മരിപ്പിക്കുക. ആത്മാവിനാൽ, അല്ലേ, എല്ലാം ആത്മാവിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഞാനില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടെ ഞാനത് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. ഈ വിശ്വാസിക്കും ലോകത്തിനും ഇടയിൽ ക്രിസ്തുവിൻ്റെ മരണത്താൽ ഉണ്ടായൊരു വിടവിനെ കുറിച്ച് ഞാനൊരു പടം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതാ. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ താഴെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. വേറെ ക്ലാസ്സാണെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, പാതാളത്തിൽ 2 അറയുണ്ടായിരുന്നു, അല്ലേ? ഒന്ന് മേൽപാതാളം, ഒന്ന് കീഴേ പാതാളം, അല്ലെങ്കിൽ അധമ പാതാളം, അല്ലെങ്കിൽ മേൽപാതാളം, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടി എന്നൊക്കെ പറയും. അതിന് ഇടയിൽ ഒരു വലിയൊരു ഗ്യാപ്പുണ്ട്. അതിന് വേറെ പേരെന്താ പറയുന്നത്? വേറെ പേര് പറയുമല്ലോ. വലിയ ഗർത്തമുണ്ട് അതിന്. അതൊരിക്കലും ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടോ അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടോ വരാൻ കഴിയത്തില്ല. നമുക്ക് അബ്രഹാമിൻ്റെ മടിയിൽ നിന്ന് ഇങ്ങോട്ടോ പറ്റത്തില്ല. നമുക്ക് ധനവാനെ കുറിച്ച് പഠിപ്പിക്കുക. അതുപോലത്തെ ഒരു വലിയൊരു ഗ്യാപ്പാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലോകമായി കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വിശ്വാസിക്ക് ലോകത്തിനുമിടയിൽ ക്രിസ്തുവിൻ്റെ മരണത്താൽ ഉണ്ടായൊരു വിടവുണ്ട്. ആ ക്രിസ്തു മരിക്കുമ്പോൾ ആ വിടവ് നമുക്ക് തന്നിരിക്കുക. ലോകത്തെയും കൂടി, എന്നെയും ലോകത്തെയും വേർതിരിക്കാൻ തക്കവണ്ണമുള്ള, വലിയ വിടവുണ്ടാക്കാൻ തക്കവണ്ണമുള്ള ഒരു മരണമാണ് കാൽവരി ക്രൂശിൽ സംഭവിച്ചത്. മറന്നുപോകരുത്. കാൽവരി ക്രൂശിൽ സംഭവിച്ചത് വിഴുങ്ങാൻ നിൽക്കുന്ന ലോകം, ലോകത്തെ ജയിക്കാൻ കഴിയാത്ത ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എന്നെയും ലോകത്തെയും തമ്മിൽ വേർതിരിപ്പിച്ച് അതിനിടയിൽ വലിയൊരു ഗർത്തമുണ്ടാക്കുന്ന, വിടവുണ്ടാക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു വലിയ വിടവ് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ അവനോടുകൂടി ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ലോകമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ സ്ഥാനം ഇപ്പോൾ എവിടെ കർത്താവ് ഇട്ടിരിക്കുന്നത്? മാക്സിമം അങ്ങേറ്റം പോയാൽ ലോകത്തിന് ദൈവം കർത്താവ് കൊടുക്കുന്ന സ്ഥലം എവിടെയാ? നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും, നീചമരണത്തിൻ്റെയും ഒരു സ്ഥലമാണ് ക്രൂശ്. അവിടെയാണ് ലോകത്തിലെ സ്ഥാനം. ആദാമിൻ്റെ പ്രകൃതം നന്മ ചെയ്യാൻ കഴിയുന്ന എത്രയോ മനുഷ്യൻ നന്മ ചെയ്യുന്നുണ്ട്, അല്ലേ? എൻ്റെ അച്ഛൻ കൊച്ചി കോർപ്പറേഷനിലായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്, എന്ത് നന്മ, സൽപ്രവർത്തിയിൽ വലിയ ആളാണ് പുള്ളിക്കാരൻ. പക്ഷേ ആ നന്മ എവിടെ നിന്ന് വരുന്ന നന്മയാ? രക്ഷിക്കപ്പെട്ടിട്ടില്ല. എവിടെ നിന്ന് വരുന്ന? ആദമിൽ നിന്ന് വന്ന നന്മയാ. ഹല്ലേലൂയ.
അത് ആ നന്മയ്ക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലത്. അതുകൊണ്ടാണ് 7-ാം അധ്യായത്തിൽ റോമക്കത്തിലെ ലേഖനം 7-ാം അധ്യായത്തിൽ വാക്ക് പറയുന്നത്, മനുഷ്യരിൽ ഒരു നന്മയും വസിക്കുന്നില്ല, ഒന്നും നമ്മുടെ അകത്തില്ല. കാരണം ആദമിൽ പാപനിമിത്തം ആദമിന് ഉണ്ടായിരുന്ന മുഴുവനും ഈ തിന്മയുടെ ഫലങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്തുമാകട്ടെ, അപ്പോൾ യേശുവിനോടുകൂടെ ക്രൂശിൽ നമ്മൾ മരിക്കുക, ഇതാണ് ഏക മാർഗം. എങ്ങനെയാണ് മരിക്കുന്നത്? ഇനി പോയി ക്രൂശിലാക്കി വീട്ടിൽ പോയി മരിക്കാൻ പറ്റുമോ? ഒരിക്കലുമല്ല. അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ ലോകത്തിനും ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ വചനം ഞാൻ വിശ്വസിക്കുന്നു. ആ വചനത്തിലുള്ള ജീവനെ ആത്മാനെയും ധ്യാനിച്ച് വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ പോകാൻ വഴിയില്ല. ജഡത്തിനും നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ജഡത്തിനും ലോകത്തിനും നാം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയും. ഗലാത്യർ 5:24 എന്താ? 5:24 എന്താ പറയുന്നത്? ക്രിസ്തുയേശുവുള്ളവർ നമ്മളെല്ലാവരും ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ക്ലാസ് പിന്നീട് വരെ നമുക്ക് എന്താണെന്ന്. അപ്പോൾ ആ ക്രിസ്തുയേശുവുള്ളവർ, ആ നമ്മുടെ ജഡമെന്ന് പറയുന്നത് എന്താ? പഴയ പാവപ്രകൃതം, ആദാമിൻ്റെ പ്രകൃതം, ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ പ്രകൃതം, അതാ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ദേഹിയിലുള്ള പഴയ സ്വഭാവം, ആദാമിൻ്റെ സ്വഭാവം എന്തുമാകട്ടെ, ആ സ്വഭാവം, ആ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുക. എന്നോട് അന്ന് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിക്കുമ്പോൾ അന്ന് എൻ്റെ പഴയ മനുഷ്യൻ ജഡം മാറിയ പിന്നെ നമ്മളൊക്കെ കറക്റ്റായില്ലേ? ഈ ജഡമല്ലേ നമ്മളെയും കൊണ്ട് പോകുന്നതല്ലേ? ആ ജഡം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സത്യം തിരിച്ചറിയുമ്പോഴാണ് ഞാൻ പതിയെ മരിക്കാൻ തുടങ്ങുന്നത്. സത്യത്തിൽ ഇപ്പോഴും നമ്മൾ മരിച്ചിട്ടില്ല. ഒരുപക്ഷെ രക്ഷപ്പെട്ടിട്ട് 10, 15, 20 വർഷമായി കാണുമായിരിക്കും. പക്ഷേ വിശ്വസിക്കുമ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു അല്ലേ? ഞാനത് വിശ്വസിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, ഞാൻ വിശ്വസിക്കുന്നു. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അത് ഞാൻ വിശ്വസിക്കുന്നു. ഈ മരണവും പുനരുത്ഥാനവും അതെനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? പക്ഷേ അതിനുശേഷം നമ്മൾ എത്ര പ്രാവശ്യം ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ഇന്നും ജീവിച്ചില്ലേ? ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എത്ര പ്രാവശ്യം നമ്മൾ ഇന്നും ജീവിച്ചില്ല നമ്മൾ. അപ്പം അതുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ പഴയ ജഡം ക്രൂശിലാകുന്നത് വരെ, ഹല്ലേലൂയ, ആ ഒരു വിശ്വാസമാണ്. അത് ഇങ്ങനെ റോമർ 6-ാം അധ്യായത്തിലെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എണ്ണുക അല്ലെ, ഓരോ ദിവസം എണ്ണിക്കൊണ്ടിരിക്കണം നമ്മളെ, ഓരോ ദിവസം എണ്ണുക. ഓക്കെ, എന്ത് പകരം വിട്ടുപോകുന്നു. അപ്പോൾ ജഡത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ വായിച്ചതുപോലെ 6:14 പറയുന്നു, ലോകത്തിനും ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്ഥാനം കർത്താവ് പറയുക, ഈ 2 കാര്യങ്ങളും ഒരു ഗുണവുമില്ലാത്ത കാര്യം, ജഡവും ലോകവും. നമ്മുടെ വിഷയം ലോകമാണ്. ഇത് 2നും ഏക സ്ഥാനമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആ ക്രൂശ് മാത്രമാണ്. നമ്മൾ അതിൻ്റെ പുറകെ പോയാൽ നരകത്തിലേക്ക് പോകുമെന്ന കാര്യം മറന്നു പോകരുത്. റോമർ 6:7 പഠിക്കുമ്പോൾ ഇങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിച്ചിരിക്കുന്നു. റോമർ 6-ാം അധ്യായം 7 മുതൽ 6 മുതൽ 11 വരെ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു ക്ലാസ് ഉണ്ട്. അത് നമുക്ക് ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ വിഷയത്തുള്ള ബന്ധത്തിൽ ഇങ്ങനെ മരിച്ചവർ ലോകത്തെ വിട്ടിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൽ നമുക്ക് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാം ഇല്ലേ? ഇവിടെ പറയുന്നു അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെ മരിച്ചവരാ? രാഗമോഹങ്ങളോട് ക്രൂശിക്കപ്പെട്ട നല്ല കാര്യം തന്നെയാണ്. എങ്ങനെ മരിച്ചവരാ? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ പഴയ മനുഷ്യൻ കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ എൻ്റെ പഴയ മനുഷ്യനെയും കൂടി കർത്താവ് ക്രൂശിച്ച് വെച്ചിരിക്കുക. ക്രൂശി കഴിഞ്ഞു പോയി. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ എൻ്റെ പഴയ മനുഷ്യനും മരിച്ചുപോയി. ഇതുപോലെ തന്നെയാ കർത്താവ് മരിക്കുമ്പോൾ ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടതാ. ഇത് വിശ്വാസമാണ്. ഇതിന് പ്രവൃത്തി മാർഗമില്ല. ഇതിന് പ്രവൃത്തി എന്തുകൊണ്ട്? എന്തെങ്കിലും പ്രവൃത്തിയുണ്ടോ? ലോകം പോകാൻ വേണ്ടി ഈ പണ്ട് സന്യാസിമാരും സ്വാമിമാരൊക്കെ കാണിക്കുന്ന പോലെ എന്താ പറയുക അല്ലേ, നാവിക്കൂടി ശൂലം കയറ്റി കനൽ മുട്ടുമേലൊക്കെ അല്ലേ ചരലിൽ കല്ലിൽ കൂടി നടന്ന്, ഇല്ലെങ്കിൽ തീയിൽ കൂടി നടക്കുക, തല മുണ്ടനം ചെയ്യുക, പിന്നെ ചാട്ടവാറ് സ്വയം അടിച്ച് മുറിവേൽപ്പിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് ലോകത്തിൻ്റെ മാർഗമാണ്. ലോകത്തെ ജയിക്കുവാനും ജഡത്തെ ജയിക്കുവാനൊക്കെ ലോകത്തിൻ്റെ മാർഗമാണതെല്ലാം അല്ലേ? മല കയറുക അല്ലേ? ഈ കുരിശ് റോട്ടിൽ കൂടി കടലിലെ കുരിശ് ചുമന്നുകൊണ്ട് വലിച്ചുകൊണ്ട് മല കയറിപ്പോകുന്നത്
ഹല്ലേലൂയ. അവർ സ്വയം അവരുടെ ജഡത്തേക്ക്, ലോകത്തെയും ജഡത്തെയും ജയിക്കുവാൻ സ്വയം കണ്ടെത്തുന്ന മാർഗമാണ്. പക്ഷേ അവിടെ എത്തി പുറത്തേക്കിറങ്ങണ്ട, അവൻ ഏത് പാപമാണോ അത് അവൻ ചെയ്തിരിക്കും. പണ്ടൊക്കെ ഞാനൊക്കെ ഇതൊന്നും വിചാരിച്ചേക്കരുത്, ശബരിമല പോകുമായിരുന്നു. ഇപ്പോഴല്ല പണ്ട്. ഇനി അങ്ങനെ പറഞ്ഞേക്കരുത്. പണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ കുറച്ച് ദിവസമൊക്കെയുള്ള ഈ ഉപവാസം എന്താണ്, നോമ്പാണെന്നൊക്കെ. ഇന്ന് ഉപവാസം, നോമ്പൊക്കെ ഇരുന്ന് അന്ന് പിന്നെ മറ്റേ പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് അന്നൊക്കെ. അപ്പോൾ നോമ്പ് ഇരിക്കുമ്പോൾ കഴിക്കില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് മാലയിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ സൗഖ്യമാകുമെന്നാണ് അന്നൊക്കെ വിചാരിക്കുന്നത്. ആ പമ്പയിൽ പോയി കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് ആൾ മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരണ്ട. അപ്പോൾ പറയും ഞാൻ 100 ഇട്ട്, മറ്റോ പറയും ഞാൻ 200 ഇട്ടെന്നൊക്കെ പറയും. ഉള്ള കൺട്രോൾ പോവും. പിന്നെ ഏതെങ്കിലും വഴി പോയി എവിടെയെങ്കിലും അമ്പലത്തിൽ പോയി മാല ഊരിയിട്ട് അല്ലേ അവിടെ മുതലേ തുടങ്ങും ഞങ്ങൾ. ഇത്രയൊക്കെ നമ്മൾക്കൊണ്ട് പറ്റുള്ളൂ. എന്നൊക്കെ ജഡത്തിനെ സംബന്ധിച്ചോളം ഒരിക്കലും അവന് ഈ പറഞ്ഞ കാര്യത്തെ ജയിക്കാൻ കഴിയില്ല, എത്ര വേണമെങ്കിൽ പരിശ്രമിച്ചോ. ഹല്ലേലൂയ. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇതിനൊക്കെ മാർഗങ്ങൾ, ക്രിസ്തുവിൻ്റെ മാർഗം അല്ലാതെ വേറെ മാർഗമില്ല. നമ്മൾ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ മരിച്ചവർ പാപത്തിന് മോചനം പ്രാപിച്ചിട്ട് എങ്ങനെ മരിച്ചവരാ? എൻ്റെ പഴയ മനുഷ്യൻ, പാപം ചെയ്യുന്ന എൻ്റെ പഴയ ജഡം അല്ലെങ്കിൽ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് സത്യമായി നമ്മൾ അറിയുക, വിശ്വസിക്കുക, വീണ്ടും പൊങ്ങി വന്നാൽ പറഞ്ഞ് പഠിപ്പിക്കുക. ആ പഴയ സങ്കീർത്തക്കാരൻ പറഞ്ഞതുപോലെ മുലകടി മാറിയ പൈതലിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ അങ്ങ് ആശ്വസിക്കണം. എടാ നീ ലോകത്തിന് മരിച്ചതാന്ന് പറഞ്ഞ് അവനെ പഠിപ്പിക്കണം 100 പ്രാവശ്യം പറഞ്ഞ്. അല്ലാതെ പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്നെ മിനിസ്ട്രിക്ക് അങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത്, അമേരിക്ക. ഞാൻ പ്ലെയിൻ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വിസയെ നോക്കിക്കൊണ്ടിരിക്കുക അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി. അതല്ല ആവശ്യം. ഓർക്കേണ്ടതും പറയേണ്ടതും അല്ലേ, ഓരോ ദിവസം പ്രാർത്ഥിക്കേണ്ടതും ഇതിനു വേണ്ടിയാണ്. മറന്നു പോകരുത്. ഓക്കെ, വിട്ടുപോകുന്നു. യോഹന്നാൻ 7:7 പറയുന്നു, നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അതെന്നെ പകക്കുന്നു. അല്ലേ? വാക്യങ്ങൾ നമുക്കെല്ലാം അറിയാം. വിട്ടുപോകുന്നു. ഓക്കെ, കൊലോസ്യർ 2:8-10. ഞാൻ എല്ലാ വാക്യം എടുക്കുന്നതിൽ അത്യാവശ്യം വാക്യം മാത്രം എടുത്തു പോകുക. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിൽ ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അല്ലേ? ഈ ലോകത്തിൻ്റെ മാർഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ വൈറസ് ആയിരിക്കുന്ന വേറൊരു വയസ്സ് യശയാവിൻ്റെ പുസ്തകം വായിച്ചാൽ മതി, കണ്ടിന്യൂസ് വായിച്ചാൽ മതി, അനുഗ്രഹം കിട്ടുന്ന. പിന്നെ യശയാവിന് 60-ാം അധ്യായം ഒരു പുസ്തകമുണ്ട്, 60-ാം അധ്യായം എന്ന് തോന്നുന്നത്, മറന്നുപോയി. ഈ ഒട്ടനവധി പ്രവൃത്തി മാർഗങ്ങൾ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിനിടയിലുള്ള കാര്യം പറയുന്നത്. യശയാവിൻ്റെ പുസ്തകം, നീ ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ട് യശയാ പുസ്തകം അങ്ങ് വായിച്ചോ, 66 പുസ്തകവും അതിനകത്തുണ്ട്, അതുകൊണ്ട് വായിച്ചോ, നിനക്ക് അനുഗ്രഹം കിട്ടും. ഇല്ലേ? ഇത് ഏത് മാർഗമാണ് അതൊക്കെ? നമ്മുടെ ഇടയിലുള്ള നമ്മൾ വിട്ടുകളഞ്ഞ പഴയ മാർഗം വീണ്ടും വേറൊരു രൂപം വെച്ച് വരികയാണ്. നമ്മൾ പണ്ട് വിട്ടുകളഞ്ഞ മാർഗം വേറൊരു രൂപം വെച്ച് മാറി വന്നിരിക്കുക ഇപ്പോൾ. ഇതൊക്കെ അല്ലേ? പലതും ലോകം ഇന്ന് പുറത്തല്ല, സഭക്കകത്താ ലോകം. ഇന്ന് ലോകം പുറത്തല്ല, ലോകം സഭക്കകത്താണെന്ന്. സമ്പ്രദായങ്ങൾക്ക് മാറി നമ്മൾ അറിയാതെ ലോകമായി ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ്, നമ്മൾ അറിയുന്നത് പോലുമില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ മനുഷ്യരുടെ സമ്പ്രദായത്തെ ഒത്തവണ്ണം, ലോകത്തിലെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമാകണം നമ്മൾ. അല്ലേ? നമ്മുടെ ഒരു സമ്പ്രദായങ്ങളോ ഒരു പ്രവൃത്തി മാർഗങ്ങളോ നമുക്കുള്ളതല്ല. നമുക്ക് ഏക മാർഗം വിശ്വാസമാർഗം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു പ്രവൃത്തി മാർഗത്തിലൂടെ ഈ രക്ഷ പ്രാപിക്കുവാനോ നമ്മുടെ നന്മകൾ പ്രാപിച്ചെടുക്കുവാനോ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാനോ ശ്രമിക്കരുത്. അത് നമുക്കുള്ളതല്ല. അതെല്ലാം ആദ്യ പാഠങ്ങൾ, നമ്മ വിട്ടുകളഞ്ഞ ജാതീയ സമ്പ്രദായങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം, ലോകം പറയുന്നത് എന്താ? നീ ചെന്ന് ചോദിക്കുക, അല്ലേ? അത് നിനക്കുള്ള അവകാശപ്പെട്ടതാ. നീ നിൻ്റെ അപ്പൻ തന്നില്ലെങ്കിൽ, സ്വത്ത് തന്നില്ലെങ്കിൽ, നീ കോടതി കേസ് കൊടുക്കുക. നീ ലോകത്തിൻ്റെ സമ്പ്രദായമാ. ഇന്ന് കോടതിയിൽ കേസ് പെന്തക്കോസ്തുകാരുടെ കേസാണ് കോടതി കിടക്കുന്നത്. അദ്ദേഹം, ഞാൻ പലർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത്, ഭാര്യ ഭർത്ത ബന്ധത്തിന് ഡിവോഴ്സ് നടക്കുന്നത് പോലും പെന്തക്കോസ്ത് കോളത്തിനിടയിലാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാമോ? ലോകമകത്ത് കിടന്നു. ജാതികൾ കാണിക്കുന്ന പോലെ തന്നെ നമ്മളെ കാണിക്കാൻ തുടങ്ങിയിരിക്കുക. ഇന്ന് വിവാഹം
ലോകത്തിലെ ഏറ്റവും നിർമ്മലമായൊരു ഒരു 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 ബന്ധമാണിത്. പക്ഷെ ഇന്ന് ആ നിർമ്മലതയും പോയി, അതിനകത്ത് എല്ലാം നുഴഞ്ഞു കയറി, ജാതീയ സമ്പ്രദായങ്ങളുടെ എല്ലാം നുഴഞ്ഞു കയറി. എന്തു മകടെ ഞാൻ വിട്ടു. അതുകൊണ്ട് നമ്മുടെ മനുഷ്യരുടെ സമ്പ്രദായത്തെ ഒത്തവണ്ണം ലോകത്തിലെ ആദ്യ പാഠങ്ങൾക്ക് നാം ക്രൂശിക്കപ്പെട്ടതാണ് നമ്മളൊക്കെ. ഇനി ഒരിക്കൽ പോലും പുറകിലേക്ക് നോക്കാൻ പോലും നമുക്ക് പാടില്ല എന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് വരുവാൻ ലോകമാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒക്കെ വിട്ടുപോകുന്നു. ഞാൻ ബാക്കി ഞാൻ അടുത്ത ആഴ്ച എടുത്തോളാം. എന്നാൽ 1-2 കാര്യങ്ങൾ ഞാനിപ്പോൾ എല്ലാ ആഴ്ചയിലും കുറേശ്ശായിട്ട് ചില കാര്യങ്ങൾ എടുത്തു പോയിക്കോളാം. അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഒറ്റയടിക്ക് എടുത്താൽ അത് മനസ്സിലാകത്തില്ല, അതൊരു പക്ഷേ ഇടർച്ചയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് സമയം കുറവുണ്ട്, നമ്മൾ തീരാറായില്ല ക്ലാസ്സും. ജാതി സമ്പ്രദായങ്ങൾ നോക്കരുത്, കാരണം സഭക്കകത്ത് ലോകം കടന്നു വച്ചിരിക്കുക. അതുകൊണ്ട് കാര്യം മറന്നു പോകരുത്. ഇന്ന് ജാതികൾ ചെയ്യുന്ന എല്ലാ സമ്പ്രദായങ്ങളും എവിടെയുണ്ടെന്നറിയാമോ? സഭക്കകത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ കാര്യത്തിലേക്ക് കടന്നു വരാം. കൊലോസ്യർ 2-ാം അധ്യായം 19 മുതൽ 23 വരെയും 8-ാമത്തെ വാക്യവും. 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു താഴെ: തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അവിടെ പറയും, അത് മനുഷ്യരുടെ സമ്പ്രദായത്തെ ഒത്തവണ്ണം, ലോകത്തിലെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അപ്പോൾ ജാതീയ മക്കൾ മതങ്ങൾ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ലോകം കൊണ്ട് നടക്കുന്ന സമ്പ്രദായങ്ങൾ, അത് ലോകത്തിലെ സമ്പ്രദായമാണ്, അത് മനുഷ്യരുടെ സമ്പ്രദായമാണ്. അല്ലേ? മനുഷ്യൻ്റെ ഭരണത്തിന് മേൽ ആരാ ഭരിക്കുന്നത്? മനുഷ്യ ഭരണത്തിന് മേൽ ആരാ കൈകാര്യം ചെയ്യുന്നത്? സാത്താൻ. നമുക്ക് എല്ലാവർക്കും ലോകമാണ്, സാത്താനാണ്, ലോകമാണ് കാര്യം മറന്നു പോകരുത്. എപ്പോഴും പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കാര്യം ഓർക്കണം, സാത്താനാണ് അല്ലെങ്കിൽ ലോകമാണ് കാര്യം മറന്നു പോകരുത്. അപ്പോൾ മനുഷ്യൻ്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യ പാഠങ്ങൾ തുടരുത്. തൊട്ട് മോളി പറയുക, 19-ാം വാക്യം പറയുക: തലയായവൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ വാക്ക് ശ്രദ്ധിച്ചേ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചു മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ. എന്തൊക്കെയാണ് ലോകത്തിൽ ജീവിക്കുന്നത്? മാനുഷിക കൽപ്പനകൾ, അവർക്ക് ഉപദേശങ്ങൾ, അല്ലെങ്കിൽ മാനുഷിക കൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്ക് അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾ കീഴ്പ്പെടുന്നത്. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഇത്രക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ട്? ജാതീയ സമ്പ്രദായം പോലെ തുടരുത്, എടുക്കരുത്, അല്ലേ? പിടിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സമ്പ്രദായങ്ങളിൽ, അവിടെയുള്ള സമ്പ്രദായങ്ങൾ, പുറമെയുള്ള സമ്പ്രദായങ്ങൾ ഇന്ന് സഭക്കകത്ത് കയറി വരിക. പതിയെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വരും നമ്മൾ. അപ്പം അതുകൊണ്ട് അതിലേക്ക് പോയാൽ ഒരിക്കലും നമുക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ്. അത് ലോകത്തിലെ ആദ്യ പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് അല്പമായിട്ട് പഠിക്കാൻ പോകും നമ്മൾ. അപ്പോൾ നിങ്ങൾ ലോകത്തിലെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്ന പോലെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം ജീവിക്കരുത്, അല്ലേ? പഴയ മോഹങ്ങൾ, പഴയ ആചാരങ്ങൾ, അതിലേക്ക് വീണ്ടും തിരിഞ്ഞു പോകരുത്. ആ ലോകത്തിൽ ക്രൂശിക്കപ്പെട്ടവരല്ല നമ്മളെല്ലാവരും, ആണോ ഇല്ലയോ? യെസ്, മരിച്ചവരാ. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നവരത്രേ. മതങ്ങൾ കൊണ്ടുവരുന്ന പ്രവൃത്തികൾ, ലോകത്തിലെ സമ്പ്രദായങ്ങളൊക്കെ നശിച്ചു പോകുന്നതാ. യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം പഠിപ്പിക്കുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ലോകത്തിലെ സമ്പ്രദായം, മതങ്ങളുടെ സമ്പ്രദായങ്ങളൊക്കെ, ഇതെല്ലാം രാഷ്ട്രീയം, മതങ്ങൾ, വിദ്യാഭ്യാസമൊക്കെ ലോകത്തിലെ സിസ്റ്റങ്ങളാണ്, ദൈവം കൊടുത്തതല്ല, ലോകത്തിലെ സിസ്റ്റങ്ങളതെല്ലാം. അതുകൊണ്ട് ഉപയോഗത്തിൽ നശിച്ചു പോകുന്നവരത്രേ. അതൊക്കെ സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ജഡബലായുഷം അടക്കുവാനോ ഒരു പ്രയോജനവുമില്ല, കഴിയത്തില്ലത്. ഹല്ലേലൂയ. ഇതൊക്കെ പഴയ സൃഷ്ടിയിൽ കിടക്കുന്ന കാര്യമാണതെല്ലാം. ഇതൊക്കെ പഴയ സൃഷ്ടി, ആദമിൻ്റെ ജഡത്തോടുള്ള ബന്ധത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു വിട്ടു. എല്ലാ ആഴ്ചയും ഞാനത് മാറി എടുത്തോളാം. നമ്മൾ ഇന്നും പഴയ സമ്പ്രദായങ്ങൾ വെച്ച് കൊണ്ടു നടക്കുന്നുണ്ട്, ഇന്നും സഭക്കകത്തുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയിലും മിക്സി തീരത്തില്ല ഇത്. അപ്പം അതും ഇതും കൂടി ചേർത്ത് വെച്ച് എടുത്തോളാം. നോക്കിയേ, കഴിഞ്ഞ വർഷവും നമ്മൾ ആചരിച്ചു, സന്തോഷമായി ആചരിച്ചു നമ്മളൊക്കെ, അല്ലേ? നല്ല നിവർന്നു നിന്നുകൊണ്ട് വാക്തത്വ ചീട്ടൊക്കെ എടുത്ത ആൾക്കാർ നമ്മളൊക്കെ വലിയ മോട്ട് മോശക്കാരൊന്നുമല്ലല്ലോ നമ്മളൊക്കെ, അല്ലേ? നോക്കി,
പ്രോമിസ് കാർഡ് എല്ലാം 31-നും മിക്കവാറും ഞാൻ ഇഷ്ടം പോലെ സഭകളിൽ പോയിട്ടുണ്ട്. ഇവിടുത്തെ അറിയാതെ എല്ലാ സഭകളിലും ഞാൻ കയറി ക്ലാസ് എടുത്തിട്ടുള്ള നല്ലൊരു ശതമാനം, വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ഇതെടുക്കാതെ നിന്ന് ജീവിക്കുന്നവർ. എന്തുവാകട്ടെ, ഈ ഡിസംബർ 31 നമ്മൾ അറിയാതെ നമ്മുടെ അകത്ത് ലോകം കയറി കിടക്കുക. നമുക്കൊരു ഉണ്ട്. ഈ പണ്ട് ഞങ്ങളതിന് പറയുന്ന പേര് ശരിക്കൊന്നും വേണ്ട, തമാശയായിട്ട് എടുക്കുന്നില്ല. ഇത് അതിനുള്ള ശരിക്കും ഞങ്ങളിട്ട പേരാ, കറക്റ്റ് പേരാ. കാരണം ഞാൻ ഹിന്ദു മതത്തിൽ നിന്ന് വന്ന ആളാണ്. കർത്താവ് എന്നെ ഹിന്ദു മതത്തിൽ അങ്ങനെ അവിടെ നിന്ന് ഇട്ടിട്ട് ഇന്നെ വലിച്ചെടുത്തതാണ് നമുക്ക്. അതുകൊണ്ട് എല്ലാ തരികിടയും നമുക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് ഇത് എവിടെ നിന്ന് വന്നതാണ്? ഇന്ന് സഭക്കകത്ത് കുടികൊള്ളുന്ന ലോക സമ്പ്രദായം എവിടെ നിന്ന് കയറി വന്നതാ? അത് വേറൊന്നും കയറി വന്നതല്ല. ഹിന്ദു ആചാരപ്രകാരം പക്ഷി ശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിഷം, കിളിനോട്ടം അല്ലേ, ഇതൊക്കെ വന്നു പെട്ടത് മുഴുവൻ ഈ ലോകത്തെ സ്ഥാനങ്ങളാണ്. ഈ ഡിസംബർ ഇപ്പം തന്നെ ആവുമല്ലോ, നമുക്ക് ഇപ്പോഴും ഡിസംബർ ആകാൻ പോകും, അടുത്തന്നെ ആകും. നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ കൈ അങ്ങോട്ട് തന്നെ പോകും. കാരണം അങ്ങനെ ആയിപ്പോയി, ലോകമകത്ത് കയറി കിടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, രാജുവിനെ പറയാൻ നമ്മളായിട്ട് എടുക്കണമെന്ന്. പക്ഷേ നിർബന്ധിച്ചത് കൊടുപ്പിച്ചത് എന്തുവാകട്ടെ, നമ്മളത് ഉത്തരവാദിത്വമല്ല. എന്നാലും എന്തുവാകട്ടെ, ഈ സമ്പ്രദായങ്ങളൊക്കെ ലോകത്തിലെ സമ്പ്രദായങ്ങളാണ് ഇതൊക്കെ. ഹല്ലേലൂയ. ഏതെങ്കിലും വാക്ക് കിട്ടിയിട്ട് ആ വാക്ക് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഡിസംബർ 31 വരെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും, എന്നിട്ട് കിട്ടത്തില്ല. അങ്ങനെ നോക്കിയാൽ എല്ലാ വർഷവും കിട്ടുന്ന വാക്കത്തെ ചീട്ട് മാത്രം ബൈബിളൊക്കെ നിറച്ചുണ്ടാവും. പക്ഷെ ചത്തുപോയാൽ കിട്ടാൻ പോകുന്നില്ലത്. മരിച്ചാൽ പോലും കർത്താവ് തരത്തില്ലല്ലോ. ഇത് കർത്താവിൻ്റെ സമ്പ്രദായമല്ല. ഹല്ലേലൂയ. ഇത് ലോക സമ്പ്രദായങ്ങളാണ്. കത്തോലിക്ക പോലുള്ള ജാതീയ സമ്പ്രദായങ്ങളൊക്കെ രാവിലെ തൊട്ട് ഒരു ചീട്ട് ഇങ്ങനെ എടുക്കുക, എന്താ പേര് പറയും, മറന്നുപോയി. സുവിശേഷപ്പെട്ടി. ആ പെട്ടിയിൽ നിന്ന് ഒരു ചീട്ട് എടുത്തിട്ട് അത് വായിക്കും. നല്ല വേറെ ഇങ്ങനെ അല്ലേ, പണ്ട് ഞാൻ മറന്നുപോയി, മറ്റേ പുള്ളിക്കാരൻ യൂത മരിക്കുന്ന കാര്യം എടുത്തപ്പോൾ യൂത മരിക്കുന്ന കാര്യമാണ്. പുള്ളി പേടിച്ചു പോയി. വേഗം വെച്ചിട്ട് അടുത്ത ചീട്ടെടുത്ത് നീയും അതുപോലെ തന്നെ ചെയ്യുക, അതാ കിട്ടിയത്. അത് പറഞ്ഞ പോലെയൊക്കെ ഇതൊക്കെ ലോകത്തിലെ സമ്പ്രദായങ്ങളാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ സഭക്കകത്ത് കയറി ഞാൻ ഓരോന്നിട്ട് എടുത്തു തരാം. ഒരുപാടുണ്ട്, എണ്ണിയാൽ തുരത്തില്ല. അത്യാവശ്യം മാത്രം നമ്മൾ എടുക്കും. ഈ ഓരോ സമ്പ്രദായങ്ങൾ സഭക്കകത്ത് കയറി പിന്നെ നമ്മൾ പിശാച് എന്ന് പറഞ്ഞാൽ വല്ലതും പോകുമോ? പിശാച് പോകുമോ? കാരണം പിശാച് അകത്താണ് കിടക്കുന്നത്. നമ്മൾ എത്ര ആട്ടിയാലും പിശാച് പോകത്തില്ല. അവസാനം നമ്മൾ ഇറങ്ങിപ്പോട്ടെ ഗതികട നമുക്ക്. അതുകൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ പാത്രമാകുന്ന ഒരു ജീവിതം നയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ലോകമകത്തുണ്ടെങ്കിൽ കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയില്ല. സത്യമായി ഞാൻ പറയാം. ലോകമകത്തുണ്ടെങ്കിൽ ഒരു ചക്ക പഴം നിങ്ങളുടെ വീട്ടിലിരുന്നാൽ ഈച്ച നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുമോ? നിങ്ങൾ അവിടെ നോക്കും, അയ്യോ അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, നിങ്ങൾ സ്പ്രേ അടിക്കുന്നു അല്ലേ, എന്തൊക്കെ നോക്കിയാലും വീട് പെയിൻ്റ് അടിക്കുന്നു, അത് പോകത്തൊന്നുമില്ല ഈച്ച. കാരണം അവിടെയല്ല വിഷയം, അകത്ത് ചീഞ്ഞിരിക്കുന്ന ചക്കപ്പഴമാണ്. അകത്ത് ലോകമുണ്ടെങ്കിൽ ആ ലോകത്തെ എടുത്ത് മാറ്റാൻ നാം ആദ്യം പഠിക്കണം. ഞാൻ പതിയെ ക്ലാസ് എടുത്തോളാം. അതുകൊണ്ട് ഈ പ്രോമിസ് കാർഡൊക്കെ ഇനി മുമ്പിൽ കൊണ്ടുവന്നാൽ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തു പറയാനാ, ഞങ്ങളുടെ പാസ്റ്റർമാർ, ഞങ്ങളുടെ ഉടായ്പ പാസ്റ്റർമാരാണ്. ഇഷ്ടംപോലെ ഫ്രണ്ട്സായിരിക്കും. ഞാൻ 10,000 പാസ്റ്റർമാർ തന്നെ ഞങ്ങൾ ട്രെയിൻസിന് പഠിച്ചു പോയിട്ടുണ്ട്. ഒക്കെ നല്ല ഫ്രണ്ട്സാണ്. എല്ലാവരും കൂട്ടുണ്ട്, കൂട്ടായ്മയില്ല. അത് വേറെ കാര്യമൊക്കെ, അതൊക്കെ സൂക്ഷിച്ച് നിൽക്കത്തുള്ളൂ നമ്മൾ. അവർ പറയും പാസ്റ്ററെ അത് വിട്ട് കളഞ്ഞാൽ ശരിയാവില്ല. പാസ്റ്റർ പഠിപ്പിച്ച കറക്റ്റാണ്, സത്യമാണ്. പക്ഷേ ഞങ്ങൾ നല്ല ചീട്ടെടുത്ത് കൊടുക്കും. അവർക്ക് കിട്ടുന്ന നല്ല ചീട്ടായിരിക്കത്തുള്ളൂ അല്ലേ, ഒന്നും ചീത്തയായിട്ടൊന്നും ഉണ്ടാവില്ല. അവരെടുക്കുന്നത് നന്മയായിരിക്കും. നല്ലത് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ അല്ലേ, 100 പകരം 500 ഭാഷ എന്നൊക്കെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഞങ്ങളൊക്കെ നല്ല നല്ല കളക്ഷനാണ് ഡിസംബർ 31. അതുകൊണ്ട് ഇത്രയും വർഷങ്ങളായി എൻ്റെ കൂടെ ട്രാൻസാക്ഷൻ നിന്ന ആ ആൾക്കാർ പോലും ഇത് വീണ്ടും അനുകരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഇത്രയും കേട്ടിട്ട് പോലും, ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ലോകമകത്ത് കയറിയിട്ട് അത് കളയാൻ പുള്ളിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പോകുമോ? കാരണം വേറെ ദ്രവ്യാഗ്രഹം കിടക്കുക. എന്തുവാകട്ടെ, ഇതെല്ലാം കിളിജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പഴയ കിളിജ്യോതിഷം, ആ കിളിജ്യോതിഷത്തിൽ കിടന്ന കാര്യങ്ങൾ ഇത് വേറെ വേഷം മാറി, രൂപം മാറി. പെന്തക്കോസ്തുകാരനായി വെള്ളം എടുത്ത് അകത്ത് കയറിയിരിക്കുക അല്ലേ. പട്ടണത്തിനെ കുറിച്ച് പറയുന്നില്ലേ അല്ലേ, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, കർത്താവ് മറ്റേ ലോകത്തിൻ്റെ ദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ, സാത്താന ദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ വെളിച്ചദൂതനെ വേഷം കെട്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ വേറൊരു വെളിച്ചദൂതനെ വേഷം കെട്ടിക്കൊണ്ട് വന്നത് അകത്ത് കിളിജോഷക്കാർ കയറിയതാ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ സഭക്കകത്തും എന്താ പറയുക, ആറാടുകയാണ്. ഇതൊക്കെ
അനേക ബൈബിൾ നോക്കിയാൽ ഇന്നും ഈ ചീട്ട് കാണാം. അതിനർത്ഥം ഇന്നും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വചനം എടുത്തു വെച്ച് ആ വചനം മാത്രം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഓർക്കണം, ജാതീയ ലോകത്തിൽ ഞാൻ എടുത്തു തരാം. പണ്ട് ഹിന്ദു മതത്തിലായിരുന്നപ്പോൾ ഇന്ന അമ്പലത്തിൽ പോയാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് പറയും. ഞങ്ങൾ പിന്നെ ആ അമ്പലത്തേക്ക് മാത്രം ഓടും. മനസ്സിലായോ? ഇത് ഒരു കൂടാത്ത പരിപാടിയാണ് അല്ലേ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട്? ഇതുപോലെ തന്നെയാണ്. ഇന്ന വചനം മാത്രം എടുത്ത് നീ പഠിച്ച് നീ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് കയറി വന്ന മാർഗമാണ്. ഞാൻ ക്ലിയറാണ് എനിക്ക്. അതുകൊണ്ട് ഈ മാർഗങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും ആത്മാവിൽ വളരാൻ കഴിയത്തില്ല. ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ദാസിയായി തീരാൻ നമുക്ക് കഴിയത്തില്ല. കർത്താവ് ലോകത്തിനിട്ട പേരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പോയ ക്രൂശ, അവന് മഹത്വം അത്ര പേര് മാക്സിമം അവന് കൊടുക്കുന്ന ക്രൂശ. അതിന് നമ്മൾ ആ ലോകത്തിലെടുത്ത് നമ്മുടെ ഹൃദയത്തിൽ വെച്ച് ബൈബിളകത്തും വെച്ച് പിടിച്ചു വെച്ചും ഇറുക്കി പിടിച്ചും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. അതൊക്കെ വിട്ടുപിടിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇന്ന് രാത്രി പോയി കിറുക്കളയണ്ട, അതൊക്കെ നമുക്ക് വേറെ ഉപയോഗിച്ചോ, വേറെ കുഴപ്പമില്ല. പക്ഷേ മനസ്സിൽ നിന്ന് കിറുക്കളന്നേക്ക് അതെല്ലാം ആണായില്ലയോ? ഞാൻ പലർത്തം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ പരീക്ഷകൻ വീണ്ടും പരീക്ഷയായിട്ട് അടുത്ത 31 വരും. അടുത്ത 31 വീണ്ടും പരീക്ഷകൻ പരീക്ഷയുമായി വരുമ്പോൾ അന്നറിയാം 100-ൽ മുട്ട കിട്ടുമോ അല്ലേ, ജയിക്കോ എന്നൊക്കെ അന്നറിയാം. എന്തുവാകട്ടെ, അതുകൊണ്ട് ഇതുപോലത്തെ സമ്പ്രദായങ്ങളൊക്കെ നമുക്ക് പ്രോമിസ് കാർഡൊക്കെ ലോകത്തിലെ വ്യവസ്ഥകളാ. ഇതെല്ലാം പതിയെ നുഴഞ്ഞ് നമ്മുടെ അകത്തെ കയറിപ്പോയി. അനേക സഭകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുക. ദൈവദാസന്മാർ ഇതിൻ്റെ പിന്നിൽ ദ്രവ്യാഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ദൈവദാസന്മാരെ ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. ഈ ഡിസംബർ 31 ഇവിടെ വലിയ കൊയ്ത്തില്ല, പുറത്തൊക്കെ ഭയങ്കര കൊയ്ത്ത, ഭയങ്കര പൈസയാന്ന്. നല്ല ഒരു ചീട്ട് കിട്ടിയാലുണ്ടല്ലോ, ഈ തത്തമ്മനെ കൊണ്ട് ചീട്ടെടുക്കുന്ന പരിപാടി, നല്ല ചീട്ട് കിട്ടിയാലുണ്ടല്ലോ ദൈവദാസന്മാർക്ക് കൂടുതൽ കൊടുക്കും. ഇങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നല്ല വചനം മാത്രമേ ഇടുള്ളൂ അല്ലേ? നമ്മുടെ രാജീവ് ബർത്ത്ഡേക്ക് നല്ലത് മാത്രമേ ഇടത്തുള്ളൂ. അതുപോലെ നല്ലതേ ഇടത്തുള്ളൂ. നീ ചീത്ത വിളിക്കൊന്നും അറിയാം. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. അതുകൊണ്ട് ഈ സമ്പ്രദായങ്ങളൊക്കെ നമുക്ക് വിട്ടുകളയുക. ഇതൊക്കെ ലോകത്തിലെ സമ്പ്രദായമാണ്. വേറൊരു രൂപത്തിൽ വെളിച്ചദൂതത്തിൻ്റെ വേഷം മറ്റൊരു രൂപത്തിൽ കെട്ടി നമ്മുടെ അകത്ത് കയറി വന്നിരിക്കുക. ഇതൊക്കെ മാറ്റുക. ഇതൊരു പക്ഷേ നമ്മുടെ ഇവിടെ അധികമില്ല. കിഴക്കൻ മേഖലകളിൽ കട്ടപ്പന, കുമിളി, എന്താ പറയുക, ആ മേഖലകളൊക്കെയും തമിഴ്നാടിൻ്റെ എല്ലാ മേഖലകളിലും അധികമായി കണ്ടുവരുന്ന ഒരു വലിയൊരു എന്താ പറയുക, ഒരു ലോകത്തിലെ വ്യവസ്ഥ ഇത്. എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഞാനൊക്കെ കട്ടപ്പന, കുമിളി, വണ്ടിപ്പെരിയാറൊക്കെ വർഷങ്ങളോളം ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ നടത്തിയ കേരളത്തിൽ സഭകൾ പോലും കുറവായിരിക്കും. എല്ലാ ഗ്രാമങ്ങളും മലകളുടെ മുകളിലൊക്കെ പോയിട്ട് കൺവെൻഷനൊക്കെ ചെയ്ത ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായി കിട്ടുന്ന കാര്യമാണത് അല്ലേ? പണ്ടൊക്കെ ഈ മറ്റേ പുള്ളിക്കാരൻ ശാന്തിക്കാരൊക്കെ വന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ വെറ്റിലയിൽ നമുക്ക് 501 ദക്ഷിണ കൊടുക്കുക. 501 പിന്നെ ഒന്നും കൂടി ചേർത്ത് വെച്ച് കൊടുക്കത്തുള്ളൂ അല്ലേ? ഈ എന്ത് കൊടുത്താലും ഒന്നും കൂടി വെച്ച് കൊടുക്കും നമ്മൾ. അപ്പോൾ 501 ഇവിടെ 101 എന്തുവാണ്, ആ 101 അല്ലേ വെച്ച് കൊടുക്കുന്ന പരിപാടി ലോകത്തിലെ പഴയ വ്യവസ്ഥയാണ്. ലോകത്തിന് ഹിന്ദു മാർഗത്തിൽ ഇത് വന്ന വലിയ അന്ന് അവിടുത്തെ വ്യവസ്ഥയാണതെല്ലാം. ഇന്ന് അതേ വ്യവസ്ഥകൾ രൂപം മാറിക്കൊണ്ടിട്ട് അറിയാമോ? ഈ ബൈബിളിൻ്റെ പുറത്ത് ഞങ്ങൾ ഇഷ്ടം പോലെ ഒരുപക്ഷെ ഇവിടെ കുറവാണ്, നമ്മുടെ ഈ പട്ടണത്തിൽ കുറവാണ്. ബാക്കി എല്ലാ മേഖലയിലും ഇതിപ്പോഴും വ്യാപരിച്ച് ചെയ്യുന്ന വൈറസായത്. കാരണം ബൈബിളിൻ്റെ പുറത്ത് പൈസ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്ത് ബൈബിൾ ഉൾപ്പെടെ വെച്ച് കാണിക്കും നമ്മൾ അത് പ്രാർത്ഥിച്ച് അതെടുത്ത് പോക്കറ്റിടും. ഇതാണ് വ്യവസ്ഥ. ഞാൻ പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞാൽ ഈ കുറച്ചാൽ മാറിയാൽ മതി, മുഴുവനും ഇത് തന്നെയാണ് സമ്പ്രദായങ്ങൾ. ബൈബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് പൈസ കൊണ്ടുവരും, പാസ്റ്റർമാർ മേടിക്കും. അതങ്ങനെ വീട് വിസിറ്റിങ്ങിന് പോയാലും ഇവിടെ പോയാലും അവർ കിട്ടും. പക്ഷേ ബൈബിളിൻ്റെ പുറത്ത് വെച്ച് കൊണ്ടുവരുന്നത് ഇതെവിടെ നിന്ന് വന്ന സമ്പ്രദായങ്ങളാണ്? പറയൂ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാം. നോർത്ത് ഇന്ത്യ പോയി ഇതൊക്കെ കാണാം. ഈ പ്രത്യേകിച്ച് തമിഴ്നാട് ഇതിൻ്റെ മെയിൻ കേന്ദ്രങ്ങൾ. ഇവിടേക്ക് ഇതൊക്കെ പഴയ ലോകത്തിൻ്റെ വേഷം മാറിയുള്ള സമ്പ്രദായങ്ങൾ. അതെല്ലാം ഇതൊക്കെ ഫോളോ ചെയ്യരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ ജാതീയ വ്യവസ്ഥകളാണെന്ന് മറന്നു പോകരുത്. പാട്ടുകാരെ കയറിക്കോട്ടോ, ജാതീയ വ്യവസ്ഥകളാ. അതുകൊണ്ട് ഇതൊന്നും ഫോളോ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ പോയേക്കരുത്. അതൊക്കെ ലോകത്തിലെ മാർഗങ്ങളാ. അടുത്തത് ഇത്തിരി കാര്യമായിട്ട് ഞാൻ എടുക്കും, അടുത്ത ആഴ്ച എടുത്തോളാം. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോയേക്കാം. ഇത്തിരി അല്പം പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്ത് സാധനമായത്? എന്താ വീട് പണിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട് പണിതവർ
ഞാൻ ഒന്നും പറയുന്നില്ല. വീട് പണിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സഹോദരങ്ങളെ, ഇത് വ്യവസ്ഥ സമ്പ്രദായം വേറെ സമ്പ്രദായങ്ങളാണ്. കാരണം ഇത് ചെയ്യുന്നത് അച്ഛന്മാരാ ഇഷ്ടം പോലെ. ഇതേ എൻ്റെ കൺമുമ്പിൽ ഇത് ഇപ്പോഴും തെളിഞ്ഞു വരികയാണ്, പരിശുദ്ധാത്മാവ് തെളിയിച്ച് തരികയാണ്. ഞാനൊക്കെ എന്താ പറയുക, കുട്ടിക്കാലത്ത് നമ്മുടെ ആയുഷ് പാസ്റ്ററൊക്കെ ഏലപ്പാറയുടെ സൈഡിൽ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഇത് വലിയ അറിയപ്പെടുന്ന ദൈവാസന, പുള്ളി അവിടുത്തെ സെൻട്രൽ പാസ്റ്ററാണ്. അദ്ദേഹത്തിന് ബൈബിൾ ഞങ്ങളുടെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ 2 ദിവസങ്ങളായിട്ട്. അതിന് താഴെ അന്ന് ഒരു അവരുടെ പാസ്റ്ററിൻ്റെ ഒരു കടമുറി പണിതുകൊണ്ടിരിക്കുക അവിടുത്തെ. അതിന് വന്നത് അവിടുത്തെ അതിൻ്റെ പാസ്റ്റർ, ആ പാസ്റ്റർ വന്ന് അവിടെ ഇതുപോലെ കല്ലൊക്കെ ഇട്ട് ഇന്ന് എൻ്റെ കണ്ണിലേക്ക് തെളിഞ്ഞു വരിക. അതൊക്കെ ഈ അന്ന് കട്ട്ലവപ്പുണ്ടായിരുന്നു, ശരി കട്ട്ലവപ്പുണ്ടായിരുന്നു, അതും ഞങ്ങൾക്ക് കൃപയാൽ കാണാൻ ഇടയായി. പൂവൊക്കെ ഇട്ട് ചന്ദനമൊക്കെ പുരട്ടി ഒരുപാട്. ഇതെല്ലാം നിങ്ങൾ ഓർക്കണം, പാവങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഓക്കെ, എന്തുവാകട്ടെ, ഇത് ഞാനിപ്പോൾ നമ്മളോട് എടുക്കുന്നത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാൻ വേണ്ടിയാണ് കർത്താവോട്. ഇത് ഒട്ടു പഞ്ഞമൊന്നുമല്ല, ഇതൊരു പഞ്ഞമൊന്നുമല്ല, ഇത് മിക്കവിടത്തുള്ള കാര്യമാണ്. ഇത് എത്ര വലിയ ആത്മീയനെന്ന് പറഞ്ഞാലും അവൻ ഈ പാല് കാച്ചുന്ന പരിപാടിയൊക്കെ ചെയ്തിരിക്കും. പറഞ്ഞ ഒന്ന് കല്ലിടുന്ന പരിപാടി, ഇതൊക്കെ ലോകത്തിലെ സമ്പ്രദായങ്ങളാണ്. എന്താണെന്ന് ഒരല്പം ഞാൻ നിങ്ങളോട് സംസാരിച്ച് പോയേക്കാം. മറ്റൊന്നുമല്ല, വാസ്തുപുരുഷനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് വിട്ടുപോകുന്ന. അവിടെ പറയും കട്ട്ലവെപ്പ്, കല്ലിടൽ, കട്ട്ലവെപ്പ്, ഗൃഹപ്രവേശനം. ഈ 3 കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ബ്രഹ്മാവും വേറൊരു എന്താ പറയുക, ഒരു കാട്ടാളനുമായിട്ട്, കാട്ടാളിന് വേറെ പേരുണ്ടല്ലോ, അസുരമായി യുദ്ധം സംഭവിക്കുമ്പോൾ കാര്യമാണ്. അടുത്ത ആഴ്ച ഇതിനെക്കുറിച്ച് ഞാൻ ആഴമായി പഠിക്കും. അവസാനം ഈ വാസ്തുപുരുഷൻ എന്ന് പറയുന്നവരെ വീട്ടിൽ തലക്കിട്ട് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് കൊടുക്കുന്ന അനുഗ്രഹമാണത്. ഈ 3 കാര്യങ്ങൾ നിനക്ക് കൃപയിൽ കിട്ടും. അല്ല, കൃപ മീൻസ് കിട്ടും. ഒന്നൊക്കെ കട്ട്ലവെപ്പ്, ശിലാസ്ഥാപനം, കല്ലിടല്, കട്ട്ലവെപ്പ്, ഗൃഹപ്രവേശനം. ഈ 3 കാര്യങ്ങൾ വീട്ടുകാർ അത് ചെയ്തില്ലെങ്കിൽ ആ വീടിന് ദോഷമായിരിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുക. ഇത് ജാതീയ സമ്പ്രദായങ്ങളാണ്. അടുത്ത ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് ആഴമായി എടുക്കും. മറ്റേ വചനം പറഞ്ഞ ശേഷം എടുക്കത്തുള്ളൂ, അല്പമായിട്ട് പതിയെ എടുക്കത്തുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നാളെ വാസ്തു നോക്കി വീട് പ്ലാൻ വരക്കാനൊന്നും വന്നേക്കരുത്. ഇതൊന്നുമല്ല, ഇതൊക്കെ ജാതീയ സമ്പ്രദായങ്ങളാണ്, ലോകത്തിൽ നിന്ന് വന്ന സമ്പ്രദായങ്ങൾ. അതുകൊണ്ട് ഇതൊന്നും നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അല്ലേ, നീ പാല് തിളപ്പിക്കണ്ട, ചായ തിളപ്പിച്ചോ, എന്താ കുഴപ്പം? പാല് തന്നെ തിളപ്പിച്ചാലേ അത് ഉടായ്പ് കാണുന്നത്. കേൾക്കണം നിങ്ങൾക്ക്. ഒരു ദിവസം ഞങ്ങൾ സ്ഥലത്തേക്ക് അപ്പോൾ അവിടെ വിശ്വാസികളാണ് പാലാച്ചിക്കൊണ്ടിരിക്കുക. ആ സമയത്തുണ്ടല്ലോ തിളച്ച് മറിയാറായുമ്പോൾ ഞങ്ങളപ്പോൾ കാത്തുകൊണ്ടിരിക്കുക, ഞങ്ങൾ പിടിക്കാൻ വേണ്ടിയിരിക്കുക. ഇങ്ങനെ നിൽക്കൊണ്ടിരിക്കാൻ വേണ്ടി തിളച്ച് മറിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരത്തി എന്തോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാറി. പാല് തിളച്ചു പോയി. അയ്യോ, പാല് തിളച്ചു പോയല്ലോന്ന്. ഉടായ്പ, നല്ല ഉടായ്പ. നമുക്കറിയാൻ പാടില്ല ഏത് സാധനമാണെന്നൊക്കെ. ഇതൊക്കെ ഒരുപാട് കണ്ണും കേട്ടുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ജാതീയ സമ്പ്രദായങ്ങളാണ്. അടുത്ത നിങ്ങളെക്കുറിച്ച് അത് ഞാൻ എടുത്തോളാം. ഇതിൻ്റെ എന്തെങ്കിലും നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമ പറഞ്ഞാൽ മാത്രം മതി. അറിവില്ലായ്മ കാലം കർത്താവ് ക്ഷമിക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്. നമുക്ക്